ശങ്കരനമ്പൂതിരി മാഷെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. വള്ളവനാടൻ ദേശ സംസ്കൃതിയെ അക്ഷരങ്ങളിൽ കാത്തുസൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കവി, അനർഗളമായ പ്രഭാഷണ കലയെ അതുല്യമാക്കിയ സരസ്വതി പ്രസാദം സമ്പാദിച്ച വാഗ്മി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് ഈ അനുസ്മരണം കേൾക്കാം. എല്ലാവരുടെയും ശ്രദ്ധയെ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. ശങ്കരൻ നമ്പൂതിരി മാഷ് എൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഉണ്ടായിരുന്ന ഒരാളാണ്. അനേക വർഷങ്ങളുടെ ദീർഘഹൃദയബന്ധം ശങ്കരൻ നമ്പൂതിരി മാഷുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം കുന്നത്തുമനയിലെയാണ്, ചാലിശ്ശേരി കുന്നത്തുമനയിലെയാണ് വട്ടംകുളത്ത് CPN UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഞാൻ 84 മുതൽ വട്ടംകുളത്ത് ഗ്രാമീൺ ബാങ്കിലുണ്ട്. അന്ന് മുതലുള്ള നിരന്തര പരിചയമാണ്. അക്കാലത്താണ് ശങ്കരേട്ടൻ ഒരു പുസ്തകം എഴുതി തുടങ്ങിയത്. അത് നമ്പൂതിരി സമുദായത്തിലെ ഒരു അന്തരാള കാലഘട്ടത്തിൻ്റെ ചരിത്രാത്മകമായ കഥയായിരുന്നു. വീട്ടിയുടെ വിപ്ലവത്തിന് ശേഷം ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മാത്തെത്തിയതുമില്ല എന്ന മട്ടിൽ അനവധി നമ്പൂതിരി യുവാക്കളും അന്തർജനങ്ങളും ഏതാണ്ട് അനാഥാവസ്ഥയിൽപ്പെട്ട കാലത്ത് ആ നമ്പൂതിരി സമൂഹം അതിജീവനത്തിന് വേണ്ടി നടത്തിയ വലിയ സമരങ്ങളുടെ ഇതിഹാസ സമാനമായ ഒരു നോവലായിരുന്നു ശങ്കരൻ നമ്പൂതിരിയുടെ മുഖാമുഖം. അന്ന് പഠിക്കാനായി പല യുവാക്കളും, ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കളും ബ്രഹ്മസ്വം മഠങ്ങളിൽ വേദപഠനത്തിനായി ചേർന്ന് വേദം പഠിക്കുകയാണെന്ന് വ്യാജേന പുറത്തെ കോളേജുകളിൽ പഠിച്ചു. അന്ന് ബ്രഹ്മസ്വം മഠം അവർക്ക് ഒരു ഇടത്താവളമായി. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ യാഥാസ്ഥിതികത പേറിയ ബ്രഹ്മസ്വം മഠത്തെ പുരോഗമനാത്മകമായ ഒരു കുതിപ്പിന് ഇടത്താവളമാക്കിയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തെ അതിൻ്റെ ഇരുളുകളോടും വെളിച്ചങ്ങളോടും കൂടി കാണുകയാണ് മുഖാമുഖം എന്ന നോവൽ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സമാനതകളും പിന്തുടർച്ചകളും ഇല്ലാത്തൊരു നോവലായിരുന്നു മുഖാമുഖം. അർഹമായ അംഗീകാരം മുഖാമുഖത്തിന് കിട്ടിയില്ല. കേസരി പുരസ്കാരം കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പുസ്തകത്തിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് 25-30 ബൗണ്ട് ബുക്കുകളിലായിട്ട് അദ്ദേഹം എഴുതിയ മുഴുവൻ കയ്യെഴുത്ത് പ്രതികളും വായിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു അവതാരികയും എഴുതി അത് പ്രകാശിപ്പിച്ച സന്ദർഭത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 4 നൂറ്റാണ്ട് നീണ്ട ഒരു വലിയ സർഗസഭയോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനുശേഷവും അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതി, ലേഖനങ്ങൾ എഴുതി. ശങ്കരൻ നമ്പൂതിരി മാഷ് വിവേകാനന്ദനെ മാനസ ഗുരുവായി സ്വീകരിച്ച ഒരാളായിരുന്നു. വിവേകാനന്ദൻ്റെ മുഴുവൻ സാമൂഹ്യ സന്ദേശങ്ങളും വ്യക്തിപരമായ സന്ദേശങ്ങളും സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരാളാണ്. ഇത്രമേൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്നേഹിക്കാൻ മാത്രം കഴിഞ്ഞിരുന്ന അകളങ്ക വിശുദ്ധമായൊരു മനസ്സാണ് ശങ്കരൻ നമ്പൂതിരി മാഷ് കൊണ്ടു നടന്നിരുന്നത്. നല്ല അധ്യാപകനായിരുന്നു. കുട്ടികളെ ഇത്രയേറെ സ്നേഹിച്ചൊരു അധ്യാപകനെ എനിക്ക് പരിചയമില്ല. ഇപ്പോഴും മാഷ് പഠിപ്പിച്ച വൃദ്ധന്മാരായ കുട്ടികളോട് ചോദിച്ചാൽ അവർ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചത് ശങ്കരൻ നമ്പൂതിരി മാഷയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരെ എനിക്കറിയാം. അത്രമേൽ കുട്ടികളെ സ്നേഹിച്ച ഒരാൾ, വിവേകാനന്ദ ജീവിത സന്ദേശങ്ങളെ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ഒരാൾ, പരിപൂർണ സേവനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാൾ. അധ്യാപകനായിരുന്ന കാലത്തും അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ കാലം കൂറ്റനാടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നൊരു ജീവകാരുണ്യ പ്രസ്ഥാനം, അതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ കൂടെ അനേക വർഷങ്ങൾ അദ്ദേഹം ജോലി ചെയ്തു. പരിപൂർണ സമർപ്പണമായിരുന്നു ജീവിതം. ഇങ്ങനെ അപൂർവം ആളുകളെ നമുക്ക് പരിചയമുള്ളവരായിട്ടുള്ളൂ. ഒന്നും ആഗ്രഹിക്കാതെ നിരുപാധികമായി ജീവിതത്തെ കണ്ടൊരാൾ. അധ്യാപകനായപ്പോൾ ശമ്പളം വാങ്ങിയിട്ടുണ്ടാവുമെന്ന് ഒഴിച്ചാൽ ആ ശമ്പളം പോലും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചു. അഗ്നയെ ഇതം നമമ, ഇതെൻ്റേതല്ല എന്നത് ഓരോ കർമ്മത്തിലും കൊണ്ടു നടന്നൊരു പാരമ്പര്യമാണ് വംശീയമായി ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർക്കുണ്ടായിരുന്നത്. ആ പാരമ്പര്യം ജീവിതത്തിൽ പകർത്തി കാണിച്ച ഒരാളാണ്. സത്യത്തിൽ അദ്ദേഹം ഇല്ല എന്ന് ഞാനിപ്പോഴും കരുതാറില്ല. ചില ഞായറാഴ്ചകളിൽ ലീലാകൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ച് ഉറക്കെ ചിരിച്ച് എൻ്റെ ഈ ഉമ്മറത്ത് എത്രയോ ദിവസങ്ങളിൽ അദ്ദേഹം വന്നു. എത്രയോ ചർച്ചകളിൽ ഞങ്ങൾ ഏർപ്പെട്ടു. ലോകത്തിൻ്റെ നടത്തിപ്പ് ശരിയല്ലാത്തതിൽ വളരെ ദുഃഖിതനായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട്. തന്നാലാവുന്ന വിധം ഈ ലോകത്തെ സ്നേഹപൂർണ്ണമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതിനു വേണ്ടിയുള്ളതായിരുന്നു, യശപ്രാർത്ഥിയായിരുന്നില്ല. എഴുത്തുകൊണ്ട് പ്രശസ്തി നേടാനല്ല ശങ്കരൻ നമ്പൂതിരി മാഷ് എഴുതിയത്. സമൂഹ സേവനത്തിന് വേണ്ടിയുള്ളൊരു മാധ്യമമായിട്ട് അദ്ദേഹം എഴുത്തിനെ കൊണ്ടു നടന്നു.
എല്ലാ അർത്ഥത്തിലും നിഷ്കാമകർമ്മിയായി ജീവിച്ചു മറഞ്ഞ ഒരു മഹാനായ മനുഷ്യസ്നേഹിയുടെ, എന്നെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ അനുജനാണ് കുന്നം വിഷ്ണുവേട്ടൻ. പ്രായം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും ആ സഹോദര ബന്ധം ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അവിടെ വന്ന് സംസാരിക്കേണ്ടതാണെങ്കിൽ പോലും എൻ്റെ ജീവിത സാഹചര്യത്തിൽ അവിടെ വരാൻ കഴിയാതെ പോയ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു സ്മരണ ഞാൻ എപ്പോഴും ഓർക്കുന്ന, ഞാൻ ഇതിനു വേണ്ടി ഓർക്കുകയല്ല, ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൽ ശങ്കരൻ നമ്പൂതിരി മാഷുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു വലിയ രൂപമായി, ഉടലാർന്ന സ്നേഹസ്വരൂപമായി ശങ്കരൻ നമ്പൂതിരി എന്ന വലിയ മനുഷ്യൻ എൻ്റെ മനസ്സിൻ്റെ അഗ്രപീഠത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണമില്ലാത്ത സ്മരണകൾക്ക് മുമ്പിൽ ഒരുപിടി സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുന്നം വിഷ്ണുവേട്ടൻ്റെ ഈ യൂറോപ്യൻ സ്വപ്നത്തിന് എൻ്റെ ഹൃദയപൂർണ്ണമായ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും അദ്ദേഹം എഴുതുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. എഴുതണം. അവസാന ശ്വാസം വരെയും സർഗാത്മകത നമുക്ക് അതിജീവന പ്രത്യാശ തരും. പ്രത്യാശയാണ് ജീവിതം, പ്രത്യാശയാണ് എഴുത്ത്. അതുകൊണ്ട് തന്നെ ഓർമ്മകൾ പോലും നമുക്ക് നാളേക്ക് മുന്നോട്ട് കുതിക്കാനുള്ള പ്രത്യാശയാണ്. വൈലോപ്പിള്ളി മാഷ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, മരിച്ചവർ വന്ന് നയിപ്പൂ ലോകത്തെ. ചരിത്രം ആ കഥയാണ് പറയുന്നത്. മരണം എന്നൊരവസ്ഥയില്ല, അവരെ നമ്മൾ കാണുന്നില്ല. എത്ര കാലം നമ്മുടെ ഓർമ്മയിൽ അവരുണ്ടോ അത്ര കാലം അവർ മരിക്കുന്നില്ല. തമസോമ ജ്യോതിർഗമയ അസത്തോമ സദ്ഗമയ മൃത്യോർമ അമൃതം ഗമയ. അമൃതമായി തീർന്ന ഒരു മനുഷ്യനെയാണ്, ഒരു സത്തയെയാണ് ശങ്കരൻ നമ്പൂതിരി മാഷയെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് കുന്നം വിഷ്ണുവേട്ടൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് ഏറ്റവും നന്മ നിറഞ്ഞ പ്രാർത്ഥനകളോടുകൂടി ഹൃദയാശംസകൾ അറിയിക്കുന്നു. ആലങ്കോട് ലക്ഷ്മൺ സാറിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തോടുള്ള നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഇനിയും ശങ്കരൻ നമ്പൂതിരി മാഷയെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ്. ആദ്യമായി എത്തുന്നത് കഥാകൃത്തും നോവലിസ്റ്റും കവിയും ബാലസാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള സാഹിത്യരംഗത്ത് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ അധ്യാപക പ്രതിഭ ശ്രീ ആര്യൻ കണ്ണനും. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവത്തിന് പോലും അപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം സമയമായി. 1. 2, നമ്മുടെ അവതാരകൻ ഡെമോക്ലിസിൻ്റെ വാള് പോലെ ഒരു വാക്ക് നേരത്തെ പ്രയോഗിച്ചു. ഒരു അധ്യക്ഷനില്ലാത്തത് കൊണ്ട് നിങ്ങൾ വല്ലാണ്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ അധ്യക്ഷനായിട്ട് നോക്കിക്കോളാം എന്ന അർത്ഥത്തിലും പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്ര ദൂരമൊക്കെ വന്നിട്ട് ഒരു 2 വാക്ക് പറഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷണിച്ച മാഷക്ക് എന്താ തോന്നുക എന്നുള്ളതാണ് വിഷയം. മറ്റേ കുന്നം വിഷ്ണുവിന് തോന്നിയാൽ അയാളെ വിളിച്ചിട്ട് എന്ന് തോന്നണ്ട. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട, ഒരുപാടൊന്നും പറയില്ല. കുറച്ച് ചില അനുഭവങ്ങൾ ശങ്കരൻ മാഷയെക്കുറിച്ച് പറയണമല്ലോ. അപ്പോൾ കുന്നം വിഷ്ണുവിൻ്റെ ഇതിൻ്റെ മുമ്പത്തെ 2 പുസ്തകത്തിലും ഇതുപോലെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊരു സദ്യയും കൂടി ഉണ്ടായിരുന്നു, ഒരു പിറന്നാളോ എന്തോന്നാ. എന്നാ ഊണുണ്ടല്ലേ? അപ്പോൾ പേടിക്കണ്ട, ഊണുണ്ടെന്നാണ് എല്ലാവർക്കും ഇല്ലേ? ഊണുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ പേടിക്കാനില്ല, എന്നാൽ സാരില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് പറയാം. കുന്നം വിഷ്ണുവിനെയും അതുപോലെ തന്നെ ശങ്കരൻ മാഷയും കൂട്ടി നോക്കുമ്പോൾ ആദ്യം കുന്നം വിഷ്ണുവിൻ്റെ പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ബോംബെയിലുള്ള ഏട്ടൻ ബോംബെയിലുണ്ട്, അതുപോലെ തന്നെ മറ്റു കുറേ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ആരെന്ത് പറഞ്ഞാലും പുട്ടിൽ തേങ്ങ ഇടണ പോലെ മുമ്പിലും പിന്നിലും ഒരു കുന്നം വിഷ്ണു ഉണ്ടാവും, എന്ത് വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് കുന്നം വിഷ്ണുവിനെ അന്ന് നമ്മൾക്കറിയാം. ശങ്കരൻ മാഷെ അതിന് ശേഷമല്ല, അതിന് മുമ്പ് കാണുകയൊക്കെ ചെയ്ത്. പക്ഷേ മറ്റേ മുഖാമുഖത്തിൻ്റെ സമയത്താണ് കാണുന്നത്, കുന്നം വിഷ്ണുവിനെ ആദ്യം കാണുന്നത്. പക്ഷെ അതിൻ്റെ പിന്നെ ഞാൻ അറിയും. അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. ഒരിക്കൽ ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞൊരു 10 ദിവസം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഉമ്മർത്തൊരു പുസ്തകം ഇരിക്കുന്നുണ്ട്, ആ മുഖാമുഖം. എന്നിട്ടൊരു കത്തുണ്ട്, ഇടോ നാളെ ഈ പുസ്തക പ്രകാശനാണ്, ഈ പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത് താനാണ്.
ഞാനാച്ചാ അന്ന് എവിടേക്ക് പോയത് ഓർമ്മയില്ല. രാത്രിയൊക്കെ തീവണ്ടിയിൽ ഇരുന്ന് മശങ്ങി ഇവിടെ എത്തിയിട്ടാണത് കണ്ടത്. നോക്കുമ്പോൾ ഒരു 10-600 പേജുണ്ട് ആ പുസ്തകത്തിൽ. ഇതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. ആകെ ബുദ്ധിമുട്ടിലായി. മാത്രമല്ല അത് മാഷ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോകാണ്ടിരിക്കാൻ ഞാൻ പറ്റൂല. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. വട്ടംകുളത്ത് വെച്ചിട്ടാണ് പുസ്തകപ്രകാശനം. അങ്ങനെ ചെല്ലണ സമയത്ത് അന്ന് പി സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ലീലാകൃഷ്ണൻ ഏറ്റിട്ടില്ല, പക്ഷെ എന്നാലും വൈകിട്ടാണ് വന്നത്. ആദ്യമില്ല, വരുന്നവരുടെ പിന്നീടാണ് വന്നത്, അപ്പല്ല. അപ്പം അത് കഴിഞ്ഞ് സുരേന്ദ്രൻ വന്നില്ല പറഞ്ഞപ്പോൾ ഇവിടെ വന്നാൽ താനാണോ ഉദ്ഘാടനം എന്ന് പറഞ്ഞു. അപ്പം മനസ്സമാധാനമായി. ആ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾ വരാണ്ട നമ്മളാവുമ്പോൾ ഒരു മുട്ടുശാന്തിക്കാരനാണ്. മുട്ടുശാന്തിക്കാരനുള്ളത് എന്താ വെച്ചാൽ ശാന്തി മുട്ടാതെ നോക്കുക മാത്രമേ വേണ്ടൂ, പൂജ കേമാവണമെന്നില്ല. അതൊരു ശാന്തിക്കാരനെ കുറിച്ച് പറയാറുണ്ട്. ചെന്ന അമ്പലത്തിൽ നോക്കുമ്പോൾ ദേവനാണോ ഭഗവതിയാണോ നല്ല നിശ്ചയമില്ലാത്തൊരു കേട് വന്നത്. പക്ഷെ ആർശേരെ ഇതിപ്പോൾ എങ്ങനെയാണ് ഇവിടെ എന്താണ് പ്രതിഷ്ഠ ഇപ്പം എന്തായിട്ട് വരും, ഏതാ മൂർത്തി, അതിപ്പോൾ ഇവിടുന്ന് പറയാച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ആർശേര് കിടന്ന് പരിങ്ങാൻ തുടങ്ങി. എന്താ വെച്ചു, അത് പണ്ടൊരു കഥ പറഞ്ഞ പോലെ അതിൻ്റെ സ്ഥിതി. നമ്പൂരിയും ആത്തന്മാരും കൂടി ഉമ്മർത്ത് എന്തോ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു കോഴി അതിങ്ങനെ ഓടി. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് പെടയാ, ഏയ് ഇത് ചേവല എന്ന് പറഞ്ഞു എന്നാണ്. ആ നേരത്താണ് ഇവർ വാദം തുടങ്ങി കുഴപ്പമായ സമയത്താണ് കാര്യസ്ഥൻ തന്നെ ഡോ ഇതെന്താ ചേവലല്ലേ ചോദിച്ചു ഒരാൾ. മറ്റേ ആൾ ഇത് പെടയല്ലേ ചോദിച്ചു. അപ്പോൾ മനസ്സിലായി എന്ത് പറഞ്ഞാലും തിരുവള്ളക്കേട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അപ്പം അയാളൊന്നിങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു, കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് ചേവലുമല്ല, അത്രയ്ക്ക് അങ്ങോട്ട് പെടയല്ല എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇത് രക്ഷപ്പെട്ട് കിട്ടിയെന്നർത്ഥം. അന്ന് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, രക്ഷപ്പെട്ടു. അപ്പം അതാണ് ശങ്കരൻ മാഷയുടെ എഴുത്തും പുസ്തകമൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ ബന്ധം വരുന്നത്. പിന്നെ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാഷയുടെ എഴുത്തിനെ കുറിച്ച് എൻ്റെ ഇതായിട്ട് മാഷയുടെ എഴുത്ത് പറഞ്ഞാൽ ആദ്യകാലത്ത് കുറച്ച് എഴുതിയിരുന്നു. ഇവിടെ ബ്രഹ്മസംഭട്ട മഠത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ എഴുതിയിരുന്നു. ചില മാസികയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മാസികയുണ്ട്, അതിലേക്കൊക്കെ എഴുതിയിരുന്നു. പിന്നെ ഇടക്കാലത്ത് വെച്ചൊക്കെ പോയി. ഇതിലിടയ്ക്ക് അദ്ദേഹം സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, മാഷേ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു. പ്രശ്നമായി. അദ്ദേഹത്തെ അത്ര ശുദ്ധനും സത്യം പറയാവുന്ന നല്ല 100% ഉറപ്പിച്ച മനുഷ്യനാണ്. ദൈവമുണ്ടോ ചോദിച്ചു. ദൈവമുണ്ടോ, ഇപ്പൊക്ക് നല്ല നിശ്ചയമില്ല, ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ എന്നുള്ള ഒരു ലേഖനം എന്നല്ല, ശരിക്കും ലഘുലേഖ എന്നൊക്കെയാണ് പറയേണ്ടത്. ഒരുപാട് പേരുടെ കോട്ടിങ്സൊക്കെ കൊടുത്തിട്ട് പക്ഷേ വളരെ ശ്രദ്ധാപൂർവം എഴുതിയിട്ടുണ്ട്. ദൈവം ഉണ്ടോന്നോ ഇല്ലയെന്നോ അതിലില്ല, രണ്ടും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടോ തോന്നും, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇല്ല തോന്നും എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഞാണമ്മക്കളിയായിട്ടാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. അത് പിന്നെ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഗോപാല മാഷ് ഇരിക്കുമ്പോൾ ഞാൻ അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ആദ്യകാലത്തൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പദ്യം പഠിപ്പിക്കണതിന് മൂപ്പർക്ക് ഇഷ്ടമല്ല. പദ്യമൊന്നും കുട്ടികളെ പഠിപ്പിക്കണ്ട. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, എവിടെ ഒരു ഇടി കെട്ടി. പിന്നെ ക്ലാസ് പോയിട്ട് പദ്യം ഉന്ത് പീരീഡ് ഉണ്ടല്ലോ, ഒഴിവ് കിട്ടുന്ന പീരീഡ് നമുക്ക് മറ്റു മാഷന്മാർക്ക് പോകേണ്ടി വരും. അങ്ങനെ ഈ ഉന്ത് പീരീഡിൽ പോയാൽ കവിത പഠിപ്പിക്കുകയല്ല, കവിത ചെല്ലിക്കുക, കവിത പഠിപ്പിക്കുക. അങ്ങനെ ഉള്ള ഒരു പരിപാടിയിൽ ഈ തേക്കാത്ത എണ്ണ ധാര എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് മാറിയ ആൾ വളരെ മാറ്റം വന്നു. ഇത് മാത്രമല്ല, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വ്യാകരണം എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളായിട്ട് ആദ്യകാലത്ത് അത്ര വലിയ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടികളായിട്ടുള്ള ഭയങ്കര അടുപ്പം വരാൻ. ആദ്യകാലത്ത് ഈ വിവേകാനന്ദനും ഡോസ്റ്റോവ്സ്കിയും അങ്ങനെ ഒരുപാട് പേരാണ് തലയുടെ ഉള്ളിൽ. ഇതിപ്പോൾ ഈ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് വിവേകാനന്ദൻ, എന്ത് ഡോസ്റ്റോവ്സ്കി. അപ്പം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ കാഴ്ച ഉള്ള മുഴുവൻ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഈ സമയത്തോട് കൂടിയിട്ട് അദ്ദേഹം ആകെ മാറി. കുട്ടികളൊക്കെ മേൽ കെട്ടി തൂങ്ങി വലിച്ചുകൊണ്ട് മാഷെ ഒരു ഫ്രണ്ടായിട്ട് കൊണ്ടു നടക്കാവുന്ന വിധത്തിൽ ശരിക്കൊരു മാഷായി. അതിന് ശേഷമാണ് അദ്ദേഹം ശരിക്കൊരു മാഷാവണം. മാത്രമല്ല ഈ നാട്ടുകാരൊക്കെ പഴയ വിദ്യാർത്ഥികൾ പലപ്പോഴും അന്വേഷിച്ച് വരും, കത്തെഴുതും. അതൊക്കെ വളരെ ദുർലഭമാണ്.
സാധാരണഗതിയിൽ ലാസ്റ്റ് ബെഞ്ചുകാർ മാത്രമാണ് വരിക അന്വേഷിച്ചിട്ട്. ഫ്രണ്ട് ബെഞ്ചിൽ ഷോഡ കുപ്പിയുടെ മൂടൊക്കെ വെച്ചിരിക്കണ കുറേ കുട്ടികളുണ്ട്. നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല. എന്നെയും പറ്റിച്ച് ഞാൻ മാർക്ക് നേടിയിടാന്നാണ് അവരുടെ നാട്ടിൽ ഉണ്ടാവുക. നേരെ മറിച്ച് ബാക്കിലിരിക്കണോ അങ്ങനെയല്ല. മാഷാന്ന് കുറേ ചീത്ത പറഞ്ഞല്ലേ ഞാൻ അപ്പോൾ അതാ കണ്ടോ എന്തായി അങ്ങനെയാണ്. അല്ലാണ്ട് അവരും മറിച്ച് സ്നേഹം കൊണ്ടാന്ന് ഞാൻ മുഴുവൻ ഉദ്ദേശിക്കുന്നില്ല. അവർ എന്തിനു വേണ്ടിയാണ് പറഞ്ഞ വെച്ചാൽ ആഹാ നീ കണ്ടോ, നീ അന്ന് പറഞ്ഞ ചീത്തയൊക്കെ വേണച്ചാൽ തിരിച്ചെടുത്തോ എന്നുള്ള അങ്ങനെ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ തന്നെ സ്നേഹമായിട്ട് അദ്ദേഹത്തിന് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന് ശേഷം എന്ന് പറയട്ടെ, ഈ വളരെ ദാരിദ്ര്യമുള്ള കുട്ടികളെ നല്ലപോലെ സഹായിക്കും. പുസ്തകം ഇല്ലെങ്കിൽ പുസ്തകം വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ ഷർട്ട്, യൂണിഫോം, അന്ന് യൂണിഫോം ആയിട്ടില്ല, ഷർട്ടും ഇതൊക്കെ മേടിച്ചു കൊടുക്കും. അവർ വീട്ടിൽ ദാരിദ്ര്യമാണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് വല്ലതൊക്കെ കൊടുക്കും. ഇതൊന്നും ഒരാളും അറിയില്ല. ഇരു കഴിച്ചാൽ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയണ്ട. ഇപ്പൊക്കെ പേപ്പറിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബിറ്റ് നോട്ടീസ് അടിക്കും ഞാൻ ഇന്ന കാര്യം ചെയ്തു കേട്ടോ പറഞ്ഞിട്ട്. അതല്ല, ഒരാളെ അറിയിക്കാണ്ട് അദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ തുടക്കം ആ കാലത്താണ്. പക്ഷേ അപ്പോഴും വേറെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികൾ ഇത് മിസ്യൂസ് ചെയ്തിരുന്നു. വളരെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. അദ്ദേഹം ചെന്നിട്ട് മാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് തലമാന്തി അപ്പോൾ കൊടുക്കും. ആ ചിലപ്പോൾ വല്ല കടല തിന്നാനോ വേറെ എന്തിനെങ്കിലുമൊക്കെ ആവും. അത് കൊടുത്തിട്ട് അവൾക്ക് അത്യാവശ്യമുള്ളതിനല്ല കൊടുക്കണം, എന്നാലും കൊടുക്കും. അപ്പം ബാക്കിയുള്ളവരൊക്കെ മാഷെ കളിയാക്കും. എന്താ മാഷേ ഇത്, നിങ്ങൾക്കൊന്നും കണ്ടറിഞ്ഞില്ല, അത് നിങ്ങൾ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പറയും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളുടെ മകൻ സ്ഥിരം കോളേജിൽ പഠിക്കുന്ന ആളാണ്. സ്ഥിരം വന്നിട്ട് ടെസ്റ്റ് ട്യൂബ് പൊട്ടിച്ചു, മറ്റു പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഇത്രയ്ക്ക് ഒരു 1500 രൂപയാണ്. എന്താ വെച്ചു, ആ ലെയ്ത്ത് എൻ്റെ കയ്യിൽ നിന്ന് വീട് പൊട്ടിയെന്ന് പറഞ്ഞു. അത്രേ ഇതോട് കൂടിയിട്ട് ആ കാശ് എടുത്ത് കൊടുത്തപ്പോൾ മറ്റേ ആൾ വേറെ ആൾ ചോദിച്ചു എന്ത് പൊട്ടത്തടം ലെയ്ത്തുണ്ട്, പൊക്കാൻ പറ്റാത്ത സാധനം എടുത്ത് പൊട്ടിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എടോ ഇതൊക്കെ നിൽക്കും അറിയാം. അവന് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിട്ട് അവൻ ചോദിക്കണേ, ഞാനല്ലാണ്ട് ആരാ അവന് കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പം അതുപോലെ ഇദ്ദേഹം അതാ പറഞ്ഞു എനിക്കറിയാം അവരെന്നെ പറ്റിക്കുകയാണെന്ന്, പക്ഷെ അവനൊരു കാശിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാണല്ലോ അവൻ ചോദിച്ചത്, അപ്പോൾ ഞാൻ കൊടുക്കുന്നതാണ്. അങ്ങനെ അത്തരം പ്രവർത്തനം തുടർന്നിട്ട് പിന്നീടാണ് ഈ പാലിയേറ്റീവ് വർക്കിലേക്കൊക്കെ വീണ്ടും വളരെ സജീവമായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനും വേറൊരു പ്രശ്നമുണ്ട്. ഈ ജീനിയസുകളായിട്ടുള്ള ആൾക്കാർക്ക് വലിയൊരു ദോഷമുണ്ട്. അവർ വേണ്ട ചാനലിൽ കൂടെ ഇങ്ങനെ തിരിച്ചു വിട്ടില്ല വെച്ചാൽ നല്ല ഭ്രാന്തന്മാരാവും. അപ്പോൾ അതുകൊണ്ട് ഗോപാലകൃഷ്ണമാഷൊക്കെ വലിയൊരു കയ്യുണ്ടായില്ല കേട്ടോ. അദ്ദേഹം എഴുത്തിൻ്റെ രീതിയിലേക്ക് സ്ഥിരം. ഗോപാലകൃഷ്ണമാഷാണ് ആദ്യത്തെ വായനക്കാരൻ. ഗോപാലകൃഷ്ണമാഷും പിന്നെ പഴയൊരു അച്ഛമ്മ ഉണ്ടായിരുന്നു, പറയാൻ പാടും അറിയില്ല, അത് ഞാനെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കരുത്. പഴയൊരു അച്ഛമ്മ ഉണ്ടായിരുന്നു. ഇവർ രണ്ടാൾക്കാണ് കൊടുക്കുക. ഈ എച്ചമ്മ എന്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന് തിരക്കൊണ്ട് ഇത് വായിക്കാൻ പറ്റില്ല. ഗോപാലകൃഷ്ണമാഷ് എന്താ എൻ്റെ ഉള്ളിലുള്ളത് എന്ന് സ്വകാര്യമായിട്ട് മാഷോട് വന്ന് ചോദിക്കും, എന്നിട്ട് വർത്തമാനം പറയും. അങ്ങനെയാണ് അത്. പിന്നെ ഞാനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അയച്ചു തരാൻ തുടങ്ങി കേട്ടോ. എനിക്കും അയച്ചു തരും. ഞാൻ അങ്ങനെ ഓരോ ലേഖനങ്ങൾ, ആ പുസ്തകം ഞാൻ നല്ല അടുത്ത പരിചയമാവണതിൻ്റെ മുമ്പാണ്. മറ്റേ ചിരിക്കാവുന്ന പരിചയം അത്രയുള്ളൂ. കാരണം ഒരു അന്തർമുഖനാണെന്ന് ഞാൻ പറയാം. അങ്ങനെ ആദ്യകാലത്തൊന്നും ധാരാളം ലോകിയൊന്നും പറഞ്ഞിരുന്നില്ല. കണ്ട ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ധാരാളം സംസാരിക്കാറായി. അപ്പോൾ ഇത് നിൽക്കയച്ചരും. ഇത് വായിക്കുക പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കടുപ്പം പിടിച്ചതാണ്. പഴയ കാലത്ത് മാതൃഭൂമി വായിച്ചപ്പോൾ ഒരു ചെറുകഥ വന്നു, ബാലമന്തിയിലാണ് വന്നത്. അതെന്താ വെച്ചാൽ ഒരു കത്ത് കിട്ടി, വായിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നേരെ പോയിട്ട് പണിക്കരുടെ അടുത്ത് പോയിട്ട് രാശി വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ ഇത് കുട്ടിച്ചാത്തൻ്റെ എഴുത്താ, കണ്ട അറിയില്ലേ ചോദിച്ചു അത്രേ. പിന്നെ നോക്കുമ്പോഴാണ് അതിൽ കുട്ടേട്ടൻ, കുഞ്ഞുണ്ണി മാഷ് കുട്ടേട്ടനാവണ കാലത്താണ്. അപ്പം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം അത് അതിൻ്റെ ഉള്ള ഒരു വെളുത്തൊരു ജാതി മഷി വെച്ച് തേക്കും. എന്നിട്ട് അതിൻ്റെ മീതെ ആണ് കുറേ എഴുതുക. അതൊന്നും വ്യക്തമാവില്ല. ഒരു തോണ്ടൽ അങ്ങോട്ട് തോണ്ടി അവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും, ഒരു തോണ്ടൽ ഇങ്ങോട്ട് തോണ്ടി ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇത് ആദ്യകാലത്ത് എല്ലാ പുസ്തകങ്ങളും ഞാൻ ഇഷ്ടംപോലെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് പറയേണ്ട, ഇനി പറയില്ല. കാരണം ഇനി പറഞ്ഞാൽ ചിലപ്പോൾ അവതാരകൻ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കും. ഏതായാലും ശങ്കരൻ മാഷ്ടറെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് മാഷ് ഇനിയും ധാരാളം എഴുതട്ടെ, കുന്നം വിഷ്ണു ധാരാളം എഴുതട്ടെ എന്നല്ല ഞാൻ പറയണത്,
യാത്ര ചെയ്യട്ടെ, യാത്ര ചെയ്താൽ മൂപ്പര് എഴുതിക്കോളും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് ഒന്നങ്ങോട്ട് ചെയ്താൽ ബാക്കി മറ്റത് തനിയേ വരും എന്നുള്ള ജാതി. അങ്ങനെ എഴുതിക്കോളും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ധാരാളം യാത്ര ചെയ്യാൻ അങ്ങക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ ആര്യൻ കണ്ണനൂർ. വീണ്ടും ശങ്കരതമ്പുരി മാഷെ ഓർക്കുകയാണ്. ശങ്കരതമ്പുരി മാഷിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് പ്രേരക ശക്തിയായി പ്രവർത്തിച്ച ശ്രീ ആലങ്കോടിൻ്റെ അടുത്ത സൗഹൃദം കൊണ്ട് സാഹിത്യ പ്രചോദനം നേടിയ അധ്യാപകൻ ശ്രീ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനിക്കുന്ന വേദിയിലെ അതിവിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സദസ്യരെ, ബഹുമാന്യരെ, ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ തന്നെ കഴിഞ്ഞത് ഈ കുന്നം വിഷ്ണുവിൻ്റെ ആ മഹാമനസ്കതയാണ് എന്ന് ഞാൻ പറയാം. സൗഹൃദത്തോട് ഇത്രയധികം നീതി പുലർത്തുന്ന, ഇത്രയധികം വില കൽപ്പിക്കുന്ന വേറൊരു വ്യക്തി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കും ഈ ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല, ഇന്ന് വായിക്കും. അപ്പോൾ ഞാനും ശങ്കരൻ നമ്പൂതിരി മാസ്റ്ററും തമ്മിൽ അടുത്ത സൗഹൃദമാണെന്ന് ശങ്കരൻ നമ്പൂതിരി മാഷ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ആരോടെങ്കിലും എന്തെങ്കിലും പറയുക ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഗോപാലകൃഷ്ണൻ എന്ത് പറഞ്ഞാലും ശങ്കരൻ നമ്പൂതിരി മാഷക്ക് അത് വേഗതവാക്കിയാണ്. ഒരുപാട് വായിച്ചിട്ടുണ്ട്. ശങ്കരൻ നമ്പൂതിരി മാഷയെക്കുറിച്ചുള്ള ഒരു ക്രോസ് സെക്ഷൻ തന്നെ നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ സ്ക്രീനിൽ നിരത്തി. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ്. അത് നേരിട്ട് അനുഭവിച്ച ഒരു സഹപ്രവർത്തകനാണ് ഞാൻ. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം ഈ വിവേകാനന്ദ സൂക്തങ്ങൾ പഠിച്ച് അതെങ്ങനെ കുട്ടികളിൽ നടപ്പാക്കാം എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തിയത്. അന്ന് ഈ എഴുത്തിനോട് ഇത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സ്കൂളിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ ഇദ്ദേഹം പിടിച്ചെടുത്ത് വെള്ളിയാഴ്ചയിലെ ഉച്ച സമയത്ത് 2 മണിക്കൂറോളം ഒഴിവുണ്ട്. ഈ സമയത്ത് അവരെ വ്യാകരണം പഠിപ്പിക്കാൻ തുടങ്ങി. 6ലെയും 7ലെയും കുട്ടികളാണ്. ആദ്യമൊക്കെ ബെഞ്ച് കാലിയായി കിടക്കുകയായിരുന്നു. കാരണം ഉച്ചയ്ക്ക് കളിക്കാൻ പോകുന്ന കുട്ടികളാണ് മിക്കവാറും ഈ ക്ലാസ്സിന് വരിക. അപ്പോൾ പഠിക്കാൻ വരുന്ന 5ഓ 6ഓ കുട്ടികളൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ച് ക്ലാസ്സിലിരിക്കാൻ സ്ഥലമുണ്ടാകാതെയായി തുടങ്ങി. അത്രയധികം കുട്ടികളെ ആകർഷിക്കാൻ മാഷക്ക് കഴിഞ്ഞു. എന്നെയും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് എന്നെ ഉണർത്താനും കൂടി ഇതിലിടയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാഷയുടെ ചില ലേഖനങ്ങൾ സ്കൂളില്ലാത്തപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനോ അല്ലെങ്കിൽ മറ്റ് വെക്കേഷനോ ഒക്കെ പോലെയുള്ള കാലങ്ങളിൽ വീട്ടിൽ നിന്ന് ലേഖനം എഴുതിയിട്ട് അത് പോസ്റ്റ് ഓഫീസിലൂടെ എനിക്ക് അയക്കും. അയച്ചാൽ പിറ്റേ ദിവസം തന്നെ അത് കിട്ടിയോയെന്ന് പിറ്റേ ദിവസം അന്വേഷിക്കും. അന്ന് തന്നെ ഉച്ചരിഞ്ഞിട്ട് വായിച്ചു കഴിഞ്ഞോ എന്താ അഭിപ്രായം ചോദിക്കും. എന്തൊരു സാധനം എഴുതിയാലും ആദ്യം ഞാൻ വായിച്ച സർട്ടിഫൈ ചെയ്തെങ്കിലേ അദ്ദേഹത്തിന് തൃപ്തി വരും. അതുപോലെ തന്നെ അനിയൻ, ഇത്ര നല്ലൊരു അനിയനെ കിട്ടിയതും ഭാഗ്യമാണ്. അനിയൻ എനിക്ക് ബൈ ഹാർട്ടാണ്. അനിയൻ്റെ ജോലി, അനിയൻ ബോംബെയിൽ നിന്ന് വീട്ടിൽ വരുന്നത് ഓണം വരുന്നത് പോലെയാണ് ശങ്കരൻ നമ്പൂതിരി മാഷ്. അപ്പോൾ എന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെയൊക്കെ ക്ഷണിക്കും, വിഷ്ണു ഒന്നുണ്ട്, താനൊന്ന് വരിക, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കുക. അയാൾ ഭയങ്കര രസികനാണ്, എന്നെപ്പോലെ സാഹിത്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ളതാണ്. ഞാൻ എഴുതുന്നതൊക്കെ വായിക്കും, അദ്ദേഹമായിട്ട് സംസാരിക്കാൻ താൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ക്ഷണിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ കുന്നം വിഷ്ണുവിന് എന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. അത് ഏട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ ഇത്ര വലിയ മഹൽ വ്യക്തികളുള്ള ഈ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ എന്ത് സംസാരിക്കും ശങ്കരൻ നമ്പൂതിരി മാഷോട്? ശങ്കരൻ നമ്പൂതിരി മാഷെ എങ്ങനെ അനുസ്മരിപ്പിക്കും എന്നെനിക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത്ര അധികം സ്നേഹത്തോടു കൂടി ഗോപാലകൃഷ്ണനില്ലാത്ത ഏട്ടൻ്റെ അനുസ്മരണം പിന്നെ എന്ത് അനുസ്മരണമാണ് എന്നാണ് കുന്നം വിഷ്ണു സാർ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇത്രയധികം സുഹൃത്തുക്കൾ, സൗഹൃദ ബന്ധത്തിന് വില കൽപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ക്ഷണം നിരസിക്കാൻ എനിക്ക് പറ്റിയില്ല. തീർച്ചയായും ഞാൻ പങ്കെടുക്കും. മാഷെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കും. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
സമയം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ. സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ അശരണരുടെ വഴിവിളക്കായി മാറിയ കർമ്മനിരതനായ സാമൂഹ്യ പ്രവർത്തകൻ, കേരള പാലിയേറ്റീവ് അസോസിയേഷൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എം പ്രദീപ് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പറന്ന് വീഴുന്നത് ഒരു കുഞ്ഞിന് നാം കൊടുക്കുന്ന സ്നേഹം, പരിഗണന, പരിലാളനം അതെത്രമേലുണ്ട് അത്രമേൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന മുഴുവൻ മനുഷ്യനും കൊടുക്കാനുള്ള ബാധ്യത ഈ സമൂഹത്തിനും മനുഷ്യനുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പാലിയേറ്റീവ് കെയർ എന്ന കൂട്ടായ്മയിൽ തികച്ചും അവിചാരിതമായാണ് ശങ്കരൻ നമ്പൂതിരി മാഷ് കടന്നു വന്നത്. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹം കയറി. ഇന്നിവിടേക്ക് പോരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങളുടെ 80 കഴിഞ്ഞ ഞങ്ങളുടെയൊക്കെ രക്ഷാധികാരിയായ ഡോക്ടർ സേതുഭവൻ സാർ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട്. കാലത്ത് പോരുമ്പോൾ എൻ്റെ മോനോട് ഞാനിങ്ങനെ ഒരു അനുസ്മരണത്തിന് പോവുകയാണ്, നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. 9ാം ക്ലാസ്സിലാണ് അവൻ എന്നോട് പറഞ്ഞ് ആ ഷെയ്ക്കൻഡ് തരുന്ന മാഷല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ചെറിയ കുട്ടികളെ വരെ ഷെയ്ക്കൻഡ് കൊടുത്ത് ഏറ്റവും മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായ ശങ്കരൻ നമ്പൂതിരി മാഷക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇവിടെ ഞങ്ങളെ വിളിക്കുകയും ബഹുമാന്യനായ വിഷ്ണു സാറിൻ്റെ പുസ്തകം അത് വിൽപ്പനയിൽ കിട്ടുന്ന മുഴുവൻ തുകയും പ്രതീക്ഷയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലേക്ക് തരാൻ സന്നദ്ധനാവുകയും ചെയ്ത അദ്ദേഹത്തിന് പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതീക്ഷയെ കൂടി കൂട്ടിയതിന് പ്രതീക്ഷയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ എം പ്രദീപ്. ഇന്നിവിടെ പ്രകാശിതമായ 2 പുസ്തകങ്ങളും എല്ലാവരും വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അടുത്തതായി പ്രസാധക മൊഴിയാണ്. പുസ്തക പ്രസാധനത്തെ ഒരു കലയായും ശാസ്ത്രമായും മലയാള സാഹിത്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻനിരയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഐവറി ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഷാർജ ഫെസ്റ്റിവലിലും കേരളത്തിലെങ്ങോളമുള്ള പുസ്തക പ്രദർശന വേദികളിലും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന മികച്ച പബ്ലിഷർ ശ്രീ പ്രവീൺ വൈശാഖനെ ഏറെ സ്നേഹത്തോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. സമയം വളരെ വൈകി, അതുകൊണ്ട് അധികം ഇല്ല. 2 വാക്ക് സംസാരിച്ചിട്ട് 3-4 കാര്യങ്ങൾ. ഒന്ന്, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോസ് തെറ്റി പറഞ്ഞാണ്. എൻ്റെ ഭാര്യയാണ് മാനേജിംഗ് ഡയറക്ടർ. അവളവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കംപ്ലീറ്റ് പ്രസാധകത്തിൻ്റെ വർക്ക് പ്രസാധനം ചെയ്യുന്ന വായിക്കുകയും പുസ്തകങ്ങൾ മൊത്തം അനലൈസ് ചെയ്ത് പ്രസിദ്ധീകരിക്കേണ്ട എങ്ങനെയാണ് തീരുമാനിക്കുന്നതൊക്കെ ഭാര്യയാണ്. ഞാൻ സത്യത്തിൽ അതിൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ പല പ്രസാധന കമ്പനികളിൽ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളിലും കേരളത്തിലെ കമ്പനികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. 32 വർഷമായിട്ട് അതിലായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രസിദ്ധീകരണശാല തുടങ്ങുന്നത്, ഐവറി ബുക്സ്. അപ്പോൾ ഗീത അവിടെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോയി. ഗീത സംസാരിക്കാറില്ല, എല്ലാം സാറിന്, വിഷ്ണു സാറിന് നന്നായിട്ട് അറിയാം. ഇവർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഗീതയാണ്. ഈ യാത്രാവിവരണങ്ങൾ വായിക്കപ്പെടുന്ന ഒരു വലിയ കാലഘട്ടമാണ്. അത് ഈ അനുഭവ സമ്പത്തുകൊണ്ട് പറയുകയാണ്. പ്രസാധനത്തിലെ യാത്രാവിവരണങ്ങളും ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തക മേഖല സത്യത്തിൽ. കാരണം ജനം കൂടുതൽ മനുഷ്യരെ അറിയാനും ലോകത്ത് നടക്കുന്ന ദുരിതാവസ്ഥകൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു ലോകത്ത് പല ഭാഗത്തു നിന്ന് അറിയാൻ വേണ്ടി പലർക്കും താല്പര്യമുണ്ട്. അതിൽ നിന്നാണ് ഇതെല്ലാം പെടുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം ഏതിലൂടെയൊക്കെ കടന്നുപോയി എന്ന് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥയെന്ന് മനസ്സിലാക്കാം, അതുപോലെ ബയോഗ്രഫി എന്ന് മനസ്സിലാക്കാം. യാത്രകളിൽ നിന്നും ഇത് തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് യാത്ര വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് യാത്രാവിവരണം പ്രസിദ്ധീകരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പല യാത്രാവിവരണങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ യാത്രാവിവരണം വായിച്ചപ്പോൾ അതിലേറ്റവും യാത്രികൻ എന്നുള്ള ലെവലിൽ തോന്നിയൊരു സംഭവം സാർ പറയുന്നുണ്ട്. അതിൽ യൂറോപ്യൻ സ്വപ്നം എന്നുള്ള യാത്രാവിവരണത്തിൽ ഒരു സ്ഥലത്ത്, ഒന്ന് മോഹം വേണം, ധനം വേണം യാത്രയ്ക്ക്,
പിന്നെയുള്ളത് ആരോഗ്യം വേണം, പിന്നെ ഭാഗ്യം വേണം. 4 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ. മോഹമാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യാത്ര ചെയ്യാം എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതിനുവേണ്ടി പൈസ സംഘടിപ്പിക്കണം. കാശുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ യാത്ര ചെയ്യാം. വളരെ കുറഞ്ഞ പൈസ കൊണ്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അതിനുള്ള സംവിധാനം പല രാജ്യങ്ങളിലുണ്ട്. അത് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ബാക്ക് പാക്കേഴ്സിൻ്റെ യാത്രയുണ്ട്. പക്ഷേ അതെല്ലാ കാലത്തും പറ്റില്ല. ചെറുപ്പമൊക്കെ ആണെങ്കിലാണ് അത് കുറച്ച് എളുപ്പം. കുറച്ച് പൈസ മതി. പിന്നെ മൂന്നാമത്തെ ആരോഗ്യം വലിയൊരു ഫാക്റ്റാണ്. സാർ ഇത്രയും സീനിയറായിട്ടുള്ള ഒരാൾ, സാറും അദ്ദേഹത്തിൻ്റെ വൈഫും രണ്ടുപേരും യാത്ര ചെയ്യുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എനിക്ക് 57 വയസ്സായിട്ടുള്ളൂ. 57 വയസ്സിൽ കുറേ യാത്രകളൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി പോകുക എന്നുള്ളത് സ്ട്രെസ്സ് പോലെ തോന്നാൻ തുടങ്ങും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ പറയാനുള്ളൊരു സംഭവം, ഈ 4 കാര്യങ്ങൾ വളരെ ഇതാണ്. പണ്ട് ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1984 ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലാണ് പഠിക്കുന്നത്. അന്ന് ഒപ്പം അച്ഛനെ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനെ അറിയാം, ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ITIയിൽ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി അവിടെ ജോലി ചെയ്യുന്നൊരു എൻജിനീയർ ഉണ്ട്. ചിത്രകലയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ബസ്സിൽ, ഞങ്ങൾ കോളനിയിൽ താമസിക്കുക, റെയിൽവേ കോളനി ഒലവക്കോട്. അപ്പോൾ ബസ്സിൽ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് പുള്ളി പാരീസിൽ പോയ കാര്യവും ലൂർ മ്യൂസിയത്തിൽ പോയ കാര്യവും ഇങ്ങനെ എന്നോട് പറഞ്ഞു. എനിക്ക് ചിത്രകല വലിയ താല്പര്യമുള്ള ഒരാളാണ്. അന്ന് വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ 27 വർഷമായിട്ട് 30 വർഷമായിട്ട് വരയ്ക്കുന്നില്ല. പക്ഷേ പുസ്തകം ശേഖരിക്കും. ഇപ്പോൾ ആർട്ട് ഗാലറിയും കഫേയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ താല്പര്യം കൊണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു പാരീസിൽ പോയപ്പോൾ ലൂവറിൽ പോയ അനുഭവം. ഇത് കേട്ടപ്പോൾ അത്ര ആഗ്രഹം തോന്നി പാരീസിൽ പോകാൻ. അപ്പോൾ ആദ്യത്തെ വിഷ്ണു സാറ് പറഞ്ഞ പോലെ മോഹം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. എത്ര വർഷമായി? 39 വർഷം 40 വർഷം മുമ്പാണ് ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്കും ഒരിക്കൽ പാരീസിൽ പോകണം എന്നുള്ള ഒരു താല്പര്യം. പക്ഷെ അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുക, ലക്ഷ്യം വെച്ച് പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അവിടെ എത്തുക എന്നുള്ളതല്ല, സംഭവിക്കും എന്നുള്ള തോന്നൽ, ഉള്ളെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഒരിക്കൽ പാരീസിൽ പോകാൻ 4-5 വർഷം മുമ്പ് കഴിഞ്ഞു. യൂറോപ്യൻ യാത്ര തന്നെ ഇതുപോലെ. സാറ് പോയ അത്രയും സ്ഥലങ്ങളിലൊന്നും യാത്ര ചെയ്തില്ല. ബെൽജിയത്തിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ കുറച്ച് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വിദേശത്ത് യാത്ര ഉണ്ടായിരുന്നു. പാരീസിൽ പോയപ്പോൾ ഒറ്റ ലക്ഷ്യമാണ് ലൂവറിൽ പോകണമെന്നാണ്. പിന്നെ അവിടെ മോഡേൺ ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ പോയപ്പോൾ മോണോലിസയെക്കുറിച്ച് എഴുതിയത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. മോണോലിസ എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചിത്രകലയിൽ ചെറുപ്പക്കാർക്ക് പലപ്പോഴും ബഹുമാനം തോന്നാത്ത ഒരു ചിത്രം, ഏറ്റവും വിചിത്രമായ തരത്തിൽ പല തരത്തിൽ വരയ്ക്കപ്പെട്ടൊരു ചിത്രമാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന മോണോലിസ, ഒരുതരം കോമാളി വേഷം കിട്ടിയ മോണോലിസ. ഇങ്ങനെ ഈ പോപ്പ് ആർട്ട് വന്നപ്പോൾ മോണോലിസയെ എടുത്തിട്ട് കണ്ടമാനം പേര് പലതരത്തിൽ വരച്ചിട്ടുണ്ട്. അന്ന് നമ്മളുടെ വിചാരം ഇതിനെന്താ പ്രത്യേകത ഈ ചിത്രത്തിന്, അങ്ങനെ തോന്നിയിരുന്ന ഒരു കാലത്താണ് ഇദ്ദേഹം മോണോലിസയെക്കുറിച്ച് ഉണ്ണിയേട്ടൻ പറയുന്നത്. പക്ഷെ മോണോലിസ അവിടെ ചെന്ന് കണ്ടപ്പോൾ സാർ എഴുതിയ പോലെ അവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഞാൻ തിരക്കിലൊക്കെ, യൂറോപ്യൻസൊക്കെ അവർ വലിയ പൊക്കമുള്ള ആൾക്കാരാണ്, ചൈനക്കാരാണ് പല യാത്രക്കാരും, അവർക്കും നല്ല പൊക്കമുണ്ട്. പാരീസിലൊക്കെ പോയി കാണാം, ചൈനീസ് ട്രാവലേഴ്സ് കണ്ടുപോകാനുണ്ട്. ഇടയ്ക്കൂടെ കാണാൻ ശ്രമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാതെ അവസാനം ഫോട്ടോ എടുക്കുന്ന ഒരു പൊക്കത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈലിൽ നിന്നാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അയാൾ ഫോട്ടോ എടുക്കുക വലിയ മൊബൈലും പിടിച്ചു. അപ്പോൾ അതിൽ നിന്നും ഫോട്ടോ എടുത്തു. അതാണ് നേരിട്ട് കാണാൻ ഒറ്റ സെക്കൻഡേ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് കാണാൻ സാധിച്ചു. സാറ് എഴുതിയിട്ടുണ്ടതിൽ അവർ ഒരുക്കി കൊടുത്ത സൗകര്യം കാണാൻ വേണ്ടിയിട്ടെന്നുള്ളത്. പക്ഷേ ഈ മോണോലിസ അത്ര നേരം നിന്ന് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് മേടിച്ചുകൊണ്ട് വന്നു, ചെറിയ പ്രിൻ്റ്, ഭയങ്കര വിലയാണ് അവിടെ, യൂറോയിൽ പേ ചെയ്യണം. ഇത് വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ട് എൻ്റെ തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ള നിർബന്ധത്തിൽ, കാരണം വീണ്ടും വീണ്ടും ആലോചിക്കുന്ന ഒരാളാണ്, നമ്മുടെ ധാരണയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല പേഴ്സണലി ഞാൻ. എപ്പോഴും നമ്മൾ തിരിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മൾക്ക് മാറ്റങ്ങൾ വരും എന്ന് ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിത് മേടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഫ്രെയിം വീട്ടിൽ മുമ്പിൽ മേശപ്പുറത്ത് വെച്ച് പലപ്പോഴും നോക്കിയിരിക്കുമ്പോൾ വിചിത്രമായ ഒരു പെയിൻറ്റിങ്ങാണ്, അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ഈ മോണോലിസ എന്ന് തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിഷമം തോന്നുമ്പോൾ വിഷമവും, നമുക്ക് സന്തോഷം തോന്നുമ്പോൾ ചിരിക്കുകയും, ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മളെ തന്നെ നോക്കും, ആ സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മളെ നോക്കും, എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻസ് നമ്മളായിട്ട് നടത്തുന്ന ഒരു ചിത്രം. അത് ഡാവിഞ്ചിയുടെ തന്നെ ഒരു സ്ത്രീരൂപമാണെന്ന് പറയുന്നവരുണ്ട്. കുറേ അതിൻ്റെ പുറകിൽ കുറേ കഥകളുണ്ട്. 16 വർഷത്തോളം വരച്ച ഒരു, ഇപ്പോൾ വാൾട്ടർ ഐസക്സൺ എന്ന് പറയുന്ന മോണോലിസയുടെ ഏറ്റവും പുതിയ ബയോഗ്രഫി, ഇത് ഡാവിഞ്ചിയുടെ ബയോഗ്രഫി ഇറക്കിയ വ്യക്തിയുടെ ഒരു വലിയ ബയോഗ്രഫി ഉണ്ട് ഡാവിഞ്ചിയെക്കുറിച്ച്, ആത്മകഥ ഒരു ഇതുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുണ്ട്. ഈ ജീവചരിത്രത്തിൽ വായിച്ചപ്പോഴാണ് മനസ്സിലായത് 16 വർഷത്തോളം വരച്ചുകൊണ്ടേയിരുന്നൊരു ചിത്രമാണ് ഈ മോണോലിസ.
ഇതുപോലത്തെ അത്ഭുതങ്ങൾ ലോകത്ത് പല ഭാഗത്തുണ്ട്. നമ്മുടെ നാട്ടിലും ധാരാളം ഇതുപോലെ അത്ഭുത ചിത്രങ്ങളും സംഗതികളും അമ്പലങ്ങളും ആർക്കിടെക്ചറൊക്കെ ഉണ്ട്. ആ തോന്നലുണ്ടായത് അപ്പോഴാണ്. അപ്പോൾ യാത്ര ഒരു മനുഷ്യനെ ഇപ്പം നേരത്തെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ സംസാരിച്ച ജീവിത അനുഭവങ്ങൾ, ഞാൻ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസും തലനരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഞാൻ പ്രാഗൽഭ്യം എന്ന് പറയുക. കാരണം അത് ജീവിതം മുഴുവൻ കണ്ടിട്ടുള്ളവരാണ്. ഈ മുടി നരച്ചിട്ടുള്ള വ്യക്തികൾ, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവർ പറയുന്ന സംഭവങ്ങൾ ഓരോന്നും നമുക്ക് കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. യാത്രയിലെ ഏറ്റവും വലിയ അനുഭവങ്ങളിലൊന്ന് അതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ യാത്രകൾ നമ്മൾ കേൾക്കണം. വളരെ സന്തോഷം ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ. പിന്നെ കുറേ ട്രാവൽ ഇതുപോലെ ചെയ്യണമെന്നുണ്ട്. രണ്ടുപേരും കൂട്ടിയിട്ടാണ് യാത്ര ചെയ്യുക. ഞാൻ എൻ്റെ ഭാര്യയും കൂടി അല്ല യാത്ര ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോ ആരെങ്കിലും ഒരാളുണ്ടാവും. ഞങ്ങളൊന്നിച്ച് ഇനി തൊട്ട് അവളെയും കൂടി കൊണ്ടുപോയിട്ട് യാത്ര ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ പ്രസിദ്ധീകരണശാല കൂടുതൽ നോക്കുന്ന അവളാണ്. എന്നാലും ഞങ്ങൾ ഒരു യാത്ര പോയി. സാറ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ കണ്ടക്റ്റഡ് ടൂർ ആകുമ്പോഴുള്ള ഗുണം, നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് യാത്രയിൽ. കാരണം പോകുന്ന സ്ഥലമൊക്കെ എന്താണെന്ന് അവർക്കറിയാം. ഞാനല്ലാതെ ഞാൻ അവളും കൂടി ഒരു യാത്ര ചെയ്തു. അത് എൻ്റെ ഒരു തോന്നിവാസം പോലത്തെ ഏർപ്പാടാണ്. കാരണം ഞാൻ ഈ തോന്നിയ പോലെ യാത്ര ചെയ്യുകയും ഒരിക്കലും കണ്ടക്റ്റഡ് ടൂർ പോകുന്നതല്ല. ടിക്കറ്റ് എടുത്ത് വിസ സംഘടിപ്പിച്ച് അങ്ങനെ പോവും, ബസ് കയറിപ്പോവും, പുറത്തു പോയ രാജ്യങ്ങളിലും റിസ്ക് എടുത്ത് യാത്ര ചെയ്യും. പക്ഷെ ഒരുമിച്ചൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ റിസ്ക് വലിയൊരു അപകടമാണെന്ന് മനസ്സിലായത് സിംഗപ്പൂർ മലേഷ്യ യാത്ര പോയി. അത് ഞാൻ അവളോട് പറഞ്ഞു. അവളിങ്ങനെ പറയും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. അവൾ പറയും നമുക്ക് യാത്ര പോകണ്ടേന്ന് വയ്ക്കുമ്പോൾ ടിക്കറ്റ് എടുത്ത് അവിടെ തന്നെ ഈ ട്രാവൽ ഏജൻസി പോയി വിസ എടുത്ത് ഒരു ട്രാവൽ 15 ദിവസം. സിംഗപ്പൂരൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ യാത്രയിൽ ചെറിയൊരു അനുഭവം പറയാം. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്, ആരുമില്ല, പരിചയക്കാരുമില്ല. സിംഗപ്പൂരും മലേഷ്യയിലൊന്നുമില്ല. പോകുമ്പോൾ 2 വയസ്സായ സ്ത്രീകൾ, ഒന്ന് നല്ല പ്രായമുണ്ട്, ഒരു ഓൾമോസ്റ്റ് 79-80 ഒക്കെ ഉണ്ടാവും, ഒരു ചൈനീസ് സ്ത്രീയും അതിലും കുറച്ച് ചെറുപ്പമുള്ളൊരു സ്ത്രീയും പുറകിലിരിപ്പുണ്ട്. അവരിങ്ങനെ കയറി പരിചയപ്പെടുക നമ്മളെ. അപ്പോൾ എനിക്ക് മലയാളി ആയതുകൊണ്ടുള്ള പ്രശ്നമുണ്ടല്ലോ, എല്ലാം നമ്മൾ കുറേ മുൻവിധികളുണ്ട്. ഇവർ നമ്മളെ പറ്റിക്കുമോ, കുഴപ്പത്തിൽ ചാടിക്കുമോ എന്നൊക്കെ അറിയില്ല. അവർ വെറുതെ വളരെ അടുപ്പം പരിചയപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ മലേഷ്യക്ക് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി 5-6 ദിവസം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചൂത് കളിക്കാൻ പോകുന്ന 2 പേരാണ്. ചൈനീസ് ആൾക്കാർ ഭയങ്കര ചൂതാട്ടക്കാരാണ്. സിംഗപ്പൂരിലെ താമസം, കണ്ടമാനം കാശുണ്ട്. ഈ 2 വയസ്സായവരും കൂടിയിട്ട് കാസിനോയിൽ ചൂത് കളിക്കുക. അതും കൂടി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ പേടിയായി. കാരണം ചൂതുകളി എന്നൊക്കെ പറയുമ്പോൾ ഇവരെന്ത് വിഭാഗമാണ്, നമ്മളുടെ അടുത്ത് ഇവർക്ക് എന്താണ് വേണ്ടത്, ഹൃദയമാണോ കിഡ്നി ആണോ ശരീരഭാഗങ്ങൾ? കാരണം ഇതൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടേ നമ്മളെ മയക്കിക്കിട്ട് കിടത്തി ശരീരമൊക്കെ ഇത് സാധനങ്ങൾ കൊണ്ടുപോകും. ഇത് എന്തൊരു മണ്ടത്തരമാണ്. അത് യാത്ര ചെയ്യുമ്പോൾ അതില്ലാതാവുന്നത്. ഇവരങ്ങനെയൊന്നുമല്ല, ഇവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് പരിചയപ്പെടുകയും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളവിടെ ചെന്നിട്ട് ഇപ്പോൾ ഇന്ത്യ എന്നാണെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. ഇന്ത്യക്കാരോട് വലിയ താല്പര്യമുള്ള ആളുകളാണ് പലരും. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഈ വിസയുടെ ഒരു ചെക്കിങ് ഉണ്ട്. മലേഷ്യൻ ബസ് ഈ അതിർത്തിയിൽ ഈ മലേഷ്യയിൽ നിന്ന് കടക്കുമ്പോൾ നമ്മുടെ ബസ് അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് എയർപോർട്ടിലെ പോലെ ഇറങ്ങി പാസ്പോർട്ടും വിസയെല്ലാം കാണിച്ച് സ്റ്റാമ്പ് ചെയ്തിട്ട് അപ്പുറത്തേക്കൂടെ കടന്ന് ഇതേ ബസ്സിൽ കയറണം. ഇതാണ് ഒരു പ്രോസസ്സ്. ഇതിൽ ഇവളെ തടഞ്ഞു വെച്ചു, എൻ്റെ ഭാര്യനെ അവിടെ തടഞ്ഞു വെച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാരണം കൊണ്ട് എന്നെയും തടഞ്ഞു. പക്ഷേ എന്നെ തടഞ്ഞപ്പോൾ ഞാൻ ആ തടഞ്ഞ ആളോട്, അതൊരാണാണ്, കാരണം മലേഷ്യൻ സെക്ഷനാണ്. മലേഷ്യയിൽ അറിയാമല്ലോ, മുസ്ലിം കൺട്രിയാണ്. അവിടെ സ്ത്രീകളെ പരിശോധിക്കുന്നത് സ്ത്രീകളും ആണുങ്ങളെ പരിശോധിക്കുന്നത് ആണുങ്ങളുമാണ്. പക്ഷേ അവിടെ തമിഴ് ഈ സിംഗപ്പൂരിലും മലേഷ്യയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. അപ്പോൾ ഈ തമിഴിനാണ് എന്നെ പരിശോധിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റാമ്പ് അടിക്കണമായിരുന്നു. അതില്ല ഇതിൽ. കാരണം ഞങ്ങളവിടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അതാണ് ഈ കണ്ടക്ടർ ടൂറിൻ്റെ ഒരു ഗുണം. ഇത് തന്നെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. നേരെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്നു. അതാ പറ്റിയത്. അപ്പോൾ ഇയാളോട് ഞാൻ തമിഴിൽ സംസാരിച്ചു. അപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ തമിഴ്നാട്ടിൽ 8ാം ക്ലാസ് വരെ പഠിച്ചാണ്, തമിഴ് നന്നായിട്ട് അറിയാം. ഞാൻ തമിഴിൽ അങ്ങേരോട് സംസാരിച്ചപ്പോൾ ഇയാൾ അവിടെ ഇരിക്കുന്ന മലേഷ്യക്കാരോട് അവരുടെ ഭാഷയിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ സ്ത്രീയെ വിട്ടോളൂ എന്ന് പറഞ്ഞു. നമുക്ക് കാണാം അപ്പുറത്ത്. ഞാൻ വിചാരിച്ചു കുടുങ്ങി, ഈ യാത്ര ഇതോടുകൂടി അവസാനിച്ച്. ഇനിയിപ്പോൾ ജയിലിൽ പോവോ, എവിടെ പോവും, മലേഷ്യൻ കോടതിയാണോ സിംഗപ്പൂർ ജയിലാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മളെത്തും. അപ്പുറത്ത് എത്തിയപ്പോണ്ടല്ലോ ഈ ബസ് തടഞ്ഞു വെച്ചിട്ട് ഈ 2 ചൈനീസ് സ്ത്രീകൾ പ്രായമുള്ളവർ ബസ്സിനെ നിർത്തിയിരിക്കാൻ നമ്മൾ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി
ബസ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ബസ്സുകാർ പറഞ്ഞു ഇത്രയും സമയം നിൽക്കാൻ പറ്റില്ല, അവരതൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് ഞങ്ങളെ ക്ഷണിച്ച് ഇവർ വീണ്ടും ബസ്സിൽ കയറ്റി. വളരെ സന്തോഷമായിട്ട് പോയി. പക്ഷേ എൻ്റെ സംശയമൊന്നും അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ ഉദ്ദേശം ഇവർ പറയാണ് കാസിനോടടുത്ത് വലിയൊരു അവിടെ ഒരു ജെൻസിങ് ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. വലിയൊരു മല മുഴുവൻ ഒരാളുടെയാണ്. അദ്ദേഹത്തിൻ്റെ ആ മലയിലുള്ള ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്, ജെൻസിങ് ഹൈറ്റ്സ്. ആ സ്ഥലം അവിടുത്തെ വലിയ പോഷ് ഹോട്ടൽ. ഇവർ പറയാം നിങ്ങൾ എവിടെയും താമസിക്കണ്ട, ഞങ്ങളുടെ കൂടെ അതിഥികളായിട്ട് അവിടെ താമസിച്ചോളെ. അപ്പോൾ നമുക്ക് പിന്നെ പേടി കൂടി വരിക പേടി. കാരണം ഇവർ ഈ അതിഥിയായി കൊണ്ടുപോയിട്ട് എത്തി. മലയാളിയുടെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു, സംശയം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ നേരത്തെ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ചെയ്തിട്ടാണ് പോയത് ഇവിടുന്ന്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, എല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു അനുഭവം ഈ പാക്കേജ് ടൂർ അല്ലാതെ പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പാക്കേജ് ടൂറായിട്ട് പോയിട്ടുമില്ല, പക്ഷേ അതാണ് നല്ലതെന്ന് തോന്നുന്നു. സാറ് പറയുന്ന ടൂറുകളാണ് പലപ്പോഴും നല്ലത്. ഒരു യാത്രികൻ യാത്ര തുടങ്ങുമ്പോൾ മുതൽ എല്ലാം കാണും. പക്ഷേ ഒരു വിനോദസഞ്ചാരി, ഒരു ടൂറിസ്റ്റ് ചെല്ലുന്ന ഡെസ്റ്റിനേഷനെ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. എ ട്രാവലർ വിൽ സീ വാട്ട് എവർ ഓൺ ദി വേ ഹീ ഈസ് ട്രാവലിംഗ്, ബട്ട് എ ടൂറിസ്റ്റ് only sees the destination. He decides a destination and he goes to that place and sees it. ഇതാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കണ്ടക്റ്റഡ് ടൂറിൽ പോവാതിരിക്കുന്നത്. പക്ഷെ ചിലത് ആദ്യം കണ്ടക്റ്റഡ് ടൂറിൽ പോയിട്ട് ഇപ്പോൾ മനസ്സിലായി, കണ്ടക്റ്റഡ് ടൂറിൽ പോവുകയും അതിന് ശേഷം സ്വന്തമായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് കിട്ടും. സാറ് പറയുന്നുണ്ട് പല സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, ഇത് ഇത്രയും കണ്ടാൽ മതി എന്ന് പറയും ഈ ടൂർ സംഘടിപ്പിക്കുന്നവർ. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, ഞാൻ സമയം എടുക്കുന്നില്ല, പറയേണ്ട ഒരു സംഭവം ആയതുകൊണ്ടാണ്. മുസഫർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു യാത്രികനുണ്ട്. മുസഫർ അഹമ്മദിൻ്റെ കുറച്ച് നാൾ മുമ്പ് 5-6 വർഷം മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയ ഒരു സംഭവം എനിക്ക് വളരെ സന്തോഷം തോന്നിയ, നല്ല യാത്രാവിവരണം എഴുതുന്ന ആളാണ്. അങ്ങനെ തുർക്കിയിൽ സാറ് പോയി വന്നുള്ളൂ. ബ്ലൂ മോസ്കിൽ പോയപ്പോൾ, ബ്ലൂ മോസ്കിൽ ഒരു സൂഫി സന്യാസി, സൂഫികളുടെ ഒരു മോസ്കാണ്, അത് പള്ളിയാണ്. അവിടെ ഇങ്ങനെ നടന്ന് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വിശദീകരിച്ച് എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ നമ്മളെന്തെങ്കിലും ടിപ്പ് കൊടുക്കുമല്ലോ ഗൈഡിന്. മുസഫർ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ പോയതാന്ന് തോന്നുന്നു. അദ്ദേഹം എന്നെക്കാളും സീനിയറാണ്, പക്ഷെ ഞാൻ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു അത്രയും സ്നേഹമുള്ള ഒരു പേര് പറഞ്ഞ് വിളിക്കാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ടിപ്പ് കൊടുക്കാൻ വേണ്ടി ഈ സന്യാസിക്ക്, അയാൾ ടിപ്പ് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, ഒരു സൂഫി സന്യാസി, അധികം പ്രായമൊന്നുമില്ല, പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തപ്പോൾ തെറ്റിപ്പോയി. കൊടുത്തതൊരു 100 രൂപയുടെ ഇന്ത്യൻ മണിയായിരുന്നു. നമ്മൾ പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കും, നമ്മുടെ കയ്യിൽ ഇന്ത്യൻ കറൻസി ഉണ്ടാവുള്ളൂ, പലപ്പോഴും ഫോറിൻ കറൻസി കൊണ്ട് കുറച്ചുണ്ടാവുള്ളൂ, അത് ചിലവായി പോകും. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സോറി എന്ന് പറഞ്ഞ് തിരിച്ചു മേടിച്ചിട്ട് പേഴ്സിൽ വെച്ച് അവിടുത്തെ കറൻസി ഉണ്ടോ എന്ന് നോക്കുക, അത് കാണാനില്ല, അത് തീർന്നു പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഈ സന്യാസി പറഞ്ഞു അത്രേ, കുറേ പേര് വായിച്ചിട്ടുണ്ടാവും, ഇത് നമ്മൾ അറിയേണ്ട ഒരു വളരെ സന്തോഷം തോന്നുന്ന ഒരവസ്ഥ. ഈ 100 രൂപ തിരിച്ച് അത് മതി എന്ന് പറഞ്ഞു ഈ സന്യാസി. അപ്പോൾ എന്തിനാണ് ഇത് ഞങ്ങളുടെ കറൻസിയാണെന്ന് പറഞ്ഞപ്പോൾ, ലോകത്ത് ഒരു ദർവിഷിൻ്റെ ചിത്രം പ്രിൻ്റ് ചെയ്ത ഒരേ ഒരു കറൻസിയേ ഉള്ളൂ, അത് ഇന്ത്യൻ കറൻസിയാണെന്ന് പറഞ്ഞു. ആ ദർവിഷ് എന്ന് പറഞ്ഞാൽ അവരുടെ സന്യാസിമാരിലെ ശ്രേഷ്ഠരായ ആളുകളെയാണ് സൂഫികൾ ദർവിഷ് എന്ന് പറയുന്നത്. അത് ഗാന്ധിജിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഗാന്ധിജിയുടെ പടം പ്രിൻ്റ് ചെയ്ത് ആ പൈസ മേടിച്ച് വെച്ചു. കാരണം അത് നമുക്ക് എത്രത്തോളം സന്തോഷം തരുന്ന ഒരു യാത്രയുടെ അനുഭവത്തിലാണ് പുള്ളി ഇത് എഴുതുന്നത്. ആ നോട്ട് മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഗാന്ധിജിയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ ദർവിഷിനെ ഇത് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ അതിന് ഗാന്ധിയെ മറക്കാനും നെഹ്റുവിനെ മറക്കാനും ഒക്കെ ശ്രമിക്കുന്ന വലിയൊരു അജണ്ട നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു യാത്രയിൽ വന്ന കുറിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും വളരെ സന്തോഷം, എനിക്കിങ്ങനെ അവസരം ഇവിടെ തന്നതിൽ, ഇത് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. നന്ദി. നന്ദി ശ്രീ പ്രവീൺ വൈശാഖൻ. നമ്മുടെ ക്ഷണക്കത്തിലില്ലാത്തൊരു അതിഥി, അദ്ദേഹം ഒരാശംസയ്ക്കായി വേദിയിലേക്ക് എത്തുകയാണ്. കൃഷ്ണനമ്പി സാറിൻ്റെ മകളുടെ മകൻ ശ്രീ അഭിമന്യുവാണ്. ഈ സമ്മേളനത്തിന് ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ആശംസകൾ അർപ്പിക്കും. ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ മുത്തശ്ശന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്: യാത്ര, എഴുത്ത്, പിന്നെ പേരക്കുട്ടികൾ. മുത്തശ്ശൻ്റെ യാത്രാ വിവരണങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, എഴുത്തുകളൊന്നും ഒരു വിവരണമായി തോന്നില്ല. ഒരു സുഹൃത്ത് യാത്രയ്ക്ക് പോയതിൻ്റെ കഥ പറയുന്നതായേ തോന്നും. എനിക്ക്
എഴുത്തിനോടും പുസ്തകങ്ങളോടുമുള്ള സ്നേഹം കിട്ടിയത് തന്നെ എൻ്റെ മുത്തശ്ശന്മാരുടെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വേദിയിൽ നിന്ന് മുത്തശ്ശൻ ആശംസ നേരാൻ എനിക്ക് അഭിമാനവും സ്നേഹവും അല്ലാതെ മറ്റൊന്നുമില്ല. ഇനിയും ഇതുപോലത്തെ പുസ്തക പ്രകാശനങ്ങളിൽ പങ്കുചേരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശങ്കരൻ നമ്പൂതിരി മാഷിനെ അഥവാ എൻ്റെ വല്യമുത്തശ്ശനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മികച്ച അധ്യാപകനും അച്ഛനും മുത്തശ്ശനും ഒരു വളരെ നല്ല വല്യമുത്തശ്ശനുമായിരുന്നു. ആരെ കണ്ടാലും ചിരിക്കുക, ഷേക്ക് ഹാൻഡ് തരിക, മനം നിറയും വരെ സംസാരിക്കുക, അതൊക്കെ പതിവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടിട്ട് 2.5 കൊല്ലമായി. ഈ സുദിനത്തിൽ ഈ മഹത് വ്യക്തിയുടെ അനശ്വരമായ ആത്മാവിനെ നമുക്കെല്ലാം ഓർക്കാം. നന്ദി. നന്ദി അഭിമന്യു. നമ്മുടെ ഈ സമ്മേളനത്തിലെ എല്ലാ അതിഥികളും സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇന്നത്തെ താരമായിട്ടുള്ളത് വിഷ്ണു നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. എങ്കിലും ഈ പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായി അദ്ദേഹം ഇൻകം ടാക്സ് സർവീസിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. യാത്രാവിവരണങ്ങളിൽ ദേവലോകത്തേക്ക് ഒരു തീർത്ഥയാത്ര, മരുഭൂമിയും പർദീസും, ഇത് രണ്ടും നേരത്തെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലെ പാലാഴിയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിളിക്കുകയും അതിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളിൽ സഹായിക്കാൻ വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പ്രകാശന ചടങ്ങിലേക്കും അദ്ദേഹം എന്നെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഞാനൊരു 25 വർഷക്കാലം ഇതേ സ്ഥാപനത്തിൽ കേരള സാഹിത്യ അക്കാദമിയിൽ പ്രോഗ്രാം വിഭാഗത്തിൽ ജോലി ചെയ്തു. 4 വർഷം മുമ്പ് ഇവിടുന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ ഈ പരിചയമുള്ള ഓർമ്മകളുള്ള ആൾക്കാർ ഇത്തരത്തിൽ അവതാരക വേഷത്തിലേക്ക് വിളിക്കാറുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ അത് സമയബന്ധിതമായി ഇത് അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഇടയ്ക്ക് കയറി പറയാറുള്ളത്. മിക്കവാറും അധ്യക്ഷൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷമാപണം. മിക്കവാറും 1 മണിക്ക് തന്നെ സമാപിച്ച് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിൽ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരത്തിന് വേണ്ടി ചിലപ്പോൾ ഇടയ്ക്ക് കയറി പറയും. വളരെ പ്രശസ്തരായ ആൾക്കാരുടെ ചീത്തവിളി കേട്ടിട്ടുണ്ട് ഈ അവതാരക വേഷത്തിൽ. അതെല്ലാം ഞാൻ സ്നേഹത്തോടെ അത് മനസ്സ് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും മറുപടി പ്രസംഗത്തിനായി വിഷ്ണു നമ്പൂതിരി സാറിനെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികളും സദസ്സിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വന്ന മറ്റ് മഹാമാന്യന്മാർക്കും ഗുരുനാഥന്മാർക്കും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോരോരുത്തർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ പരമാവധി ചുരുക്കാം. ആദ്യം ആര്യൻ പറഞ്ഞ പോലെ വിശക്കുന്നവൻ്റെ മുന്നിൽ ഭക്ഷണം തന്നെയാണ് ദൈവം. ആ ദൈവം പുറത്തുനിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. അത് ആ ദൈവത്തിൻ്റെ വിളി നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ഉപദ്രവിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കാരണം ഞാൻ പരമാവധി ചുരുക്കാം. ഞാനും നല്ലോണം വിശന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ എനിക്ക് ആദ്യം തന്നെ ഇതിൽ പറയാനുള്ളത്, ഈ പുസ്തകം ഞാൻ എഴുതിയത് പ്രകാശനം ചെയ്യാമെന്ന് വെച്ചിരുന്നു. പക്ഷേ അത് ഇത്ര നല്ലൊരു പരിപാടിയാക്കി തീർത്തതിൽ ഞാൻ പലരോടും കടപ്പെട്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, യാതൊരു സംശയത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഗിരീശൻ തന്നെയാണ്. ഗിരീശൻ്റെ കൈയാണ് ഇത് ഇത്ര ഗംഭീരാക്കിയത്. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ മകളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു, സംഗീശ്വരിയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ സന്തോഷം പറയേണ്ടത് ഗിരീശനോടാണ്. അത് ഞാൻ പ്രകടിപ്പിക്കുന്നു. ഗിരീശ, ഇനിയും അടുത്ത പുസ്തക പ്രകാശനത്തിന് ഗിരീശൻ ഒപ്പം ഉണ്ടാവണം. ഇതിൻ്റെ മുമ്പത്തെ പുസ്തക പ്രകാശനത്തിനും യാതൊരു സംശയമില്ല പറയട്ടെ, അന്നും ഗിരീശൻ തന്നെയാണ് എല്ലാം സെറ്റപ്പ് ചെയ്ത് തന്നത്. ഇനി ഏട്ടൻ്റെ അനുസ്മരണമാണ് ഇന്നത്തെ പ്രധാന പരിപാടിയായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് രണ്ടും കൂടിയാവുകൊണ്ട് രണ്ടും ഇത്തിരി കൂടി കുഴഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. ഏട്ടനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏട്ടൻ എനിക്ക് ഗുരുസ്ഥാനീയനാണ്. എന്തെന്ന് വെച്ചാൽ
എന്നെ വായനാലോകത്തേക്ക് കൈ പിടിച്ചു കൊണ്ടുപോയ ഏട്ടനാണ്. ഏട്ടൻ തൃശ്ശൂർ ബ്രഹ്മസമരത്തിൽ ലൈബ്രറി എഴുതുന്ന കാലത്ത് നല്ല നല്ല പുസ്തകങ്ങൾ കൊണ്ടുവരും. ഇത് വായിക്കുക, ഇതിൽ ഇന്നതുണ്ട് പറഞ്ഞു തന്ന് വായിപ്പിച്ച് ഒരു കാലത്ത് ഒരു വൊറേഷ്യസ് റീഡറായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഇപ്പോഴും കൊടുക്കുക ഏട്ടനാണ്. കാരണം ആദ്യം ആ ഒരു ടെൻഡൻസി, വായന എന്നുള്ള ടെൻഡൻസി കൊണ്ടുവന്നത് ഏട്ടനാണ്. പിന്നെ അന്ന് അച്ഛൻ നിർബന്ധിച്ച് മാതൃഭൂമിയിലത്തെ ലേഖനങ്ങളും കഥകളൊക്കെ വായിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വായനാലോകത്ത് ഒരു നിലപാടുണ്ടാക്കി തന്നത് ഏട്ടനാണ്. ആ ഏട്ടൻ്റെ മുന്നിൽ ഒരു ഗുരുവിനെ ഓർത്തുകൊണ്ട് നമസ്കാരം. ഞാൻ എന്നും കാലത്ത് അച്ഛനും അമ്മയ്ക്കും നമസ്കരിക്കും. ഒരു ഗുരുസ്ഥാനീയനായിട്ട് ഏട്ടനും നമസ്കരിക്കാറുണ്ട്. ഇതെൻ്റെ നിത്യവൃത്തിയിൽപ്പെട്ടൊരു സംഗതിയാണ്. ഇനി പിന്നൊന്ന് ഞാൻ അത് പ്രദീപിനോട് പറയേണ്ടായി. ഈ പുസ്തകം വിറ്റ് കിട്ടുന്ന കാശ് ഞാൻ പാലിയേറ്റീവ് സർവീസസിന് വേണ്ടി ഇവർക്ക് പ്രതീക്ഷയ്ക്ക് കൈമാറുകയാണ്. എൻ്റെ ഒരു മോഹം പറയട്ടെ, അത് പ്രദീപിനോട് പ്രത്യേകം പറയാനുള്ളൊരു മോഹമാണ്. ഞാൻ ഇന്ന് തരുന്ന കാശും ഇനി ഞാൻ കുറച്ചും കൂടി ഒരു തുകയാവത്തകത്തിൽ ഞാൻ പിന്നെയും തരാം. അത് ഒരു കോർപ്പസ് ഫണ്ടായിട്ട് വെച്ചിട്ട് എല്ലാ കൊല്ലവും ഒരു ദിവസം അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഏട്ടനെ ഓർക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം. അതിന് വേണ്ട ചിലവ് തികയായിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ തരാം. പക്ഷേ അത് എല്ലാ കൊല്ലവും ഏട്ടനെ വെച്ചുകൊണ്ട് ഏട്ടനെ സ്മരണയ്ക്കായിട്ട് ഒരു ദിവസം ഒരു ഫങ്ഷൻ നടത്തണം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന കാശ് അവിടുത്തെ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്കിനോ വേറെ ഏതെങ്കിലും നിത്യച്ചെലവിനോ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഫണ്ടായിട്ട് നിൽക്കില്ല. അത് കാരണം അതൊരു കോർപ്പസ് ഫണ്ട് ആവണം. കോർപ്പസ് ഫണ്ട് ആവുമ്പോൾ നന്ന ചെറിയ തുകയായാൽ പോരാ. ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്ന വെച്ചാൽ ഒരു തുകയാവണം. അതിനുള്ള വഴി ഉണ്ടാക്കാം, നമുക്കത് സംഘടിപ്പിക്കാം. അങ്ങനെ ഒരു കോർപ്പസ് ഫണ്ട് അവിടെ വെച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് എല്ലാ കൊല്ലവും ഏട്ടനെ അനുസ്മരിക്കണം. അന്ന് അവിടുത്തെ അന്തേവാസികൾക്കോ നിങ്ങളുടെ ക്ഷണിതാക്കൾക്കോ ഇതിന്ന് കാശെടുത്ത് നല്ല ഭക്ഷണം കൊടുക്കുകയും വേണം. ഭക്ഷണം മാത്രമല്ല, എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ തികയുണ്ട് വെച്ചാൽ അതും കൊടുക്കാം. അങ്ങനെ ഏട്ടൻ്റെ ഓർമ്മ കാലാകാലം നിലനിർത്താൻ ഈ ഫണ്ടുകൾ ഉപയോഗിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ പുസ്തകത്തിൻ്റെ കാശ് ഞാൻ ചില ചാരിറ്റി വർക്കിന് കൊടുത്തതാണ്. ഇതിപ്പോൾ തികയേണ്ട വരികയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാശ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, അത് ശരിയാക്കാം. നമുക്കതൊരു കോർപ്പസ് ഫണ്ടായിട്ട് അവിടെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് പലപ്പോഴും മനസ്സിൽ തോന്നിയുള്ളൊരു ഇതാണ്, ഞാൻ യാത്രാവർണ്ണം ഇനി എഴുതണോ? ഇത് എഴുതി ഇള് ഒരു തനി ബോറിനാണ്. എപ്പോഴും യാത്രാവർണ്ണം എഴുതുകയാണെന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങുമെന്നൊരു പരിഭ്രമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ യാത്രാവർണ്ണം എഴുതിയിരുന്നില്ല. ഞാൻ വെറും ലേഖനങ്ങളാണ് എഴുതിയിരുന്നത്. ഓരോ മാഗസിനുകൾക്കും ഇതിനൊക്കെ വേണ്ടി ലേഖനങ്ങളാണ് എഴുതിയിരുന്നത്. ഒരിക്കൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാഗസിനിലേക്ക് വിഷ്ണുവേട്ടൻ ഒരു ഒരു യാത്രാവർണ്ണം എഴുതി തരണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഹിമാലയത്തിൽ പോയി വന്ന സമയമാണ്. അത് ഇംഗ്ലീഷിൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യാത്രാവർണ്ണം എഴുതിയില്ല, ഞാൻ എന്തായാലും എഴുതി തരാൻ പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന വേറൊരു മാഗസിൻ, കേരള ഇൻ മുംബൈ പറഞ്ഞൊരു മാഗസിൻ്റെ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ലേഖനങ്ങൾ വരുന്നൊരിതാണ്. അയാൾ വിളിച്ച് പറഞ്ഞു, വിഷ്ണുവേട്ടൻ്റെ അന്നത്തെ ആ യാത്രാവർണ്ണം മലയാളത്തിലാക്കി തരൂ, ഞാൻ എൻ്റെ മാഗസിനിൽ ഇടട്ടെ പറഞ്ഞു. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ആകെ അങ്ങ് റീറൈറ്റ് ചെയ്തു. ആ ഇംഗ്ലീഷിൽ എഴുതിയതല്ല, അതിനെ അടിസ്ഥാനം വെച്ചുകൊണ്ട് പിന്നെ എഴുതിയതാണ്. അതാണ് എൻ്റെ ആദ്യത്തെ യാത്രാവർണ്ണം. ആ ഹിമാലയത്തിലുള്ള യാത്ര, ദേവലോകത്തേക്കൊരു തീർത്ഥയാത്ര എന്ന് എഴുതിയത്. പിന്നീട് അത് അന്ന് എന്താണെന്ന് വെച്ചാൽ ആ ഹിമാലയത്തിൽ പോയിൻ്റെ ആ സ്പിരിറ്റ് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് അത് എഴുതിയത്. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ യാത്രാവർണ്ണം എഴുതി. പിന്നെ യൂറോപ്പ് പോയി വന്നപ്പോൾ സഹിക്കേണ്ടില്ല. ഈ എഴുത്ത് എന്നുള്ളത് എപ്പോഴും ഒരു സഹിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഈ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന വരുന്ന മാതിരിയാണ്. അതങ്ങോട്ട് മനസ്സിൽ വന്നാൽ എങ്ങനെയെങ്കിലും എഴുതി തീർക്കണം. അതങ്ങോട്ട് ആ മനസ്സിൽ അങ്ങോട്ട് ഇറക്കി കിട്ടണം. അങ്ങനെ എഴുതിയതാണ് ആ പുസ്തകവും. പിന്നെ എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എഴുതിയത്. എഴുതണല്ലോ വെച്ചാൽ എഴുതല്ല, എഴുതാണ്ട് നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ അങ്ങോട്ട് എഴുതുകയാണ്. അങ്ങനെ എഴുതിയുള്ള പുസ്തകങ്ങളാണ് ഇതുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി, എം ജി രാധാകൃഷ്ണൻ ഹരിദാസ് മാഷൊക്കെ എൻ്റെ കൂടെ ടർക്കിയിലേക്ക് ഒന്നിച്ചുണ്ടായിരുന്ന കൂട്ടരാണ്. ഞാൻ മാഷോട് പറഞ്ഞു, ഞാൻ ഒരു മഹാപാതകം ചെയ്യുന്നുണ്ട്, ടർക്കി യാത്ര ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അത് വേണമെന്നൊരു ഒരു തരം സ്പിരിറ്റാണ്. അത്ര കണക്കാക്കിയാൽ മതി. അങ്ങനെയാണത്. അപ്പം ഇനി എന്തിനായി എഴുതണമെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. എഴുതണത് ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ
എഴുതണത് ആത്മരതിക്ക് വേണ്ടിയിട്ടാണ്, സ്വയം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. നമ്മുടെ മനസ്സിൽ എഴുതുന്നത് ഇങ്ങനെ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് എഴുതാൻ തുടങ്ങിയാൽ ആ എഴുതുന്ന സമയത്ത് ഒരു ഘനം കുറയലുണ്ടല്ലോ, അതാണ് ആ എഴുത്തിൻ്റെ സുഖം. അങ്ങനെ എഴുതുന്നതാണ്. ഇപ്പോൾ ആരിൻ്റെയൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഇത്ര അല്ല രാമേട്ടനൊക്കെ ചോദിച്ചാൽ കവിത ഇങ്ങനെ മുട്ടി നിന്നാൽ പിന്നെ അത് പുറത്തേക്ക് വരാണ്ട് നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ? അതാണ് അത് കവികളെ സംബന്ധിച്ചും കൂടുതൽ ശക്തിയായിട്ട് വരും. ഈ എഴുതണം തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയേ തീരും, അത് എഴുതും. അങ്ങനെ എഴുതി ഉണ്ടാക്കിയുള്ള പുസ്തകമാണ് ഇത് രണ്ടും. ഇതേവരെ എഴുതിയതൊക്കെ ഇനി ഞാൻ എഴുതും. വായനായോഗ്യമാണ് എന്ന് ആദ്യത്തെ പുസ്തകം എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ശങ്കരൻ മാഷെ കാണിച്ചു, KP ശങ്കരൻ. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, വിഷ്ണു ഇത് നല്ല റീഡബിലിറ്റി ഉള്ള ബുക്കാണ്, വായനായോഗ്യമാണ്, പബ്ലിഷ് ചെയ്യൂ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവതാരിക എഴുതി തന്നു. മാഷ അവതാരിക എഴുതി തന്നാൽ ഞാൻ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. മാഷ അവതാരിക എഴുതി തന്നു. അങ്ങനെയാണ് ആ പുസ്തകം എഴുതിയത്. രണ്ടാമത്തെ പുസ്തകം കാണിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഇത് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ 2 പുസ്തകം പബ്ലിഷ് ചെയ്തത്. ഇപ്രാവശ്യത്തെ പുസ്തകം ഞാൻ എഴുതിയിട്ട് വൈശാഖ മാഷ തന്നെയാണ് കാണിച്ചത്. വൈശാഖ മാഷ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇതും പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തു. ഇനി പുസ്തകങ്ങൾ എനിക്കറിയില്ല, ഞാൻ എഴുതലിൽ പിന്നെ എന്താ വേണോ വേണ്ടെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ വേണം തോന്നുമ്പോൾ ഞാൻ എഴുതുന്നു. വായനക്കാർക്ക് വേണ്ടിയിട്ട്, അദ്ദേഹം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സംഗതി ചേർന്നിട്ടാണെന്ന്. അതായത് അതിന് മോഹം വേണം, സാമ്പത്തികം വേണം, ആരോഗ്യം വേണം, സൗകര്യം വേണം, പിന്നെ ഭാഗ്യവും വേണം. ഇതെല്ലാം ഒത്തു കിട്ടുമ്പോഴാണ് ഭാഗ്യം വരുള്ളൂ. ഈ മോഹം പലർക്കും ഉണ്ടാവും. മോഹം ഉണ്ടായിട്ട് ഇതിൽ മറ്റേതെങ്കിലും കാരണവശാൽ പോകാൻ പറ്റാത്ത കൂട്ടർക്ക് ഒരു ഉപകാരമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതുന്നത്. ഇത് വായിച്ചാൽ ഒന്ന് എന്തെങ്കിലും പോയി കണ്ട മാതിരി ഒരു തോന്നലെങ്കിലും വേണം. അത് SK പൊറ്റേക്കാടിൻ്റെ യാത്രാവിവരണങ്ങൾ വായിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ആ വികാരമാണ്, അതാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ച പിന്നൊരു സംഗതി. ഇങ്ങനെയൊക്കെയാണ് എഴുതാൻ തുടങ്ങിയത്. എന്തായാലും എഴുതിയത് ഇതേവരെ ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പുസ്തകം ഞാൻ 500 കോപ്പിയാണ് പ്രിൻ്റ് ചെയ്തത്. ഇന്ന് എൻ്റെ കയ്യിൽ 10 കോപ്പിയേ ഉള്ളൂ, ബാക്കിയൊക്കെ വിറ്റുപോയി. അതെല്ലാം ഞാൻ സംഭാവന ചെയ്യുകയും ചെയ്തു കേട്ടോ. ഈ പുസ്തകം ഇപ്പോൾ 200 കോപ്പി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വിറ്റ് പോവുകയാണെന്ന് വെച്ചാൽ ഇനിയും പ്രിൻ്റ് ചെയ്യും. വിറ്റ് കിട്ടിയ കാശ് പ്രതീക്ഷയ്ക്ക് ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും ഈ ഒരു സഹകരണത്തിന് ഇതിൽ ഓരോരുത്തരുടെ വേദിയിൽ ഇരിക്കാൻ വരാമെന്നായിട്ടുള്ള മഹാന്മാരും ഇവിടെ വന്ന് ഇതിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. സന്തോഷം, സന്തോഷം, നന്ദി, നന്ദി. നന്ദി ശ്രീ വിഷ്ണു സർ. അധ്യാപക ശ്രേഷ്ഠനായ ശങ്കരൻ മാഷെ ആ വ്യക്തിത്വത്തെ ഏറെ സുന്ദരമായി ഓർത്തെടുത്ത പുസ്തക പ്രകാശനം നിർവഹിച്ച ഈ സമ്മേളനം സമാപനത്തോടെടുക്കുകയാണ്. ഔപചാരികമായ നന്ദി അറിയിക്കുന്നത് വിഷ്ണു സാറിൻ്റെ മകൾ ശ്രീമതി ഉമാ ജയദേവനാണ്. ഏറെ സ്നേഹത്തോടെ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുക. നമസ്കാരം. ഞാൻ ഉമാ ജയദേവൻ, കുന്നം വിഷ്ണുവിൻ്റെ മകൾ. കുന്നം ശങ്കരൻ എൻ്റെ വല്യച്ഛനുമാണ്. വല്യച്ഛൻ്റെ അനുസ്മരണവും അച്ഛൻ്റെ പുസ്തക പ്രകാശനവും അച്ഛൻ്റെ എന്ന പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഈ സ്വപ്നം സാക്ഷാത്കരിച്ച് തന്ന ഈശ്വരനോട്, ദൈവത്തിനോട് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. പ്രായാധിക്യം മൂല്യമുള്ള വിഷമതകൾ അവഗണിച്ചും സദയം പ്രകാശന കർമ്മം സസന്തോഷം നിർവഹിച്ച വൈശാഖൻ മാഷക്ക് നമസ്കാരത്തോടെ നന്ദി അറിയിക്കട്ടെ. ആദ്യമേ തന്നെ തിരക്കുകളും ദൂരവും പരിഗണിക്കാതെ പുസ്തക പ്രകാശനം നടത്തി തന്ന MG രാധാകൃഷ്ണൻ സാറിന് മനസ്സറിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. തിരക്കു പിടിച്ച സാഹിത്യ പ്രവർത്തനങ്ങൾക്കിടയിലും ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാമെന്നേറ്റ അഷ്ടമൂർത്തി ഏട്ടനും തൃക്കഴിപ്പുരം രാമേട്ടനും പ്രത്യേകം നന്ദി. അനാരോഗ്യം മൂലം വരാൻ കഴിയില്ലെങ്കിലും മനസ്സ് തുറന്ന അനുഗ്രഹങ്ങളും ആശംസകളും നേർന്ന ഗുരുസ്ഥാനീയനായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന് നന്ദി രേഖപ്പെടുത്തട്ടെ. എൻ്റെ സാഷ്ടാംഗ നമസ്കാരവും. ഔദ്യോഗിക തിരക്കുകൾ മൂലം ഇവിടെ ഉണ്ടാവാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും സൗഹൃദപൂർവ്വം ആശംസകൾ അർപ്പിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാനും വളരെ നന്ദി. ഒഴിച്ചുകൂടാനാവാത്ത തിരക്കുകൾക്കിടയിലും വല്യച്ഛൻ്റെ
മുഖ്യ അനുസ്മരണം വീഡിയോയിലൂടെ നടത്തി തന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിന് ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്ന ആര്യൻ കണ്ണന്നൂർ മാഷിനും വിനയപൂർവ്വം നന്ദി. വല്യച്ഛൻ്റെ സഹപ്രവർത്തകനും പ്രചോദകനുമായ ഗോപാലകൃഷ്ണൻ മാഷക്ക് സ്നേഹപൂർവ്വം നന്ദി. സാന്ത്വന പ്രവർത്തനങ്ങളിൽ വല്യച്ഛന് മാർഗദർശിയായ ശ്രീ പ്രദീപിന് ആദരപൂർവ്വം നന്ദി. പുസ്തകങ്ങൾ നന്നായി പഠിച്ച് പരിചയപ്പെടുത്തിയ വാസുദേവൻ മേഴത്തൂർ എന്ന ഞങ്ങളുടെ എല്ലാം കുഞ്ഞുട്ടേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ കോമ്പിയറിംഗ് ചുമതല അതിമനോഹരമായി നിർവഹിച്ച ശ്രീ ജോസിനോടും വളരെയധികം നന്ദിയുണ്ട്. പുസ്തകങ്ങൾ വേണ്ട പോലെ വായിച്ച് തെറ്റുകൾ തിരുത്തി കവർ ഡിസൈൻ ചെയ്ത് പ്രസാധനം ചെയ്ത ഐവറി ബുക്സിനും പ്രതിനിധീകരിച്ച് വന്ന ശ്രീ പ്രദീപ് വൈശാഖിനും നന്ദി. സന്തോഷത്തോടെ സഹകരിച്ച ഗീതാ മാഡത്തിനും പ്രത്യേകം നന്ദി. ഇന്നത്തെ പരിപാടിക്ക് ഗംഭീര തുടക്കമിട്ട 2 മിടുക്കന്മാരെ കുറിച്ച് ഈ വേളയിൽ പറയാതെ വയ്യ. വല്യച്ഛൻ്റെ പേരക്കുട്ടിയായ മാളവിക വയലിനിലും ശ്രീഹരി മൃദംഗത്തിലും ഇവിടെ ഒരു മ്യൂസിക്കൽ മാജിക് തന്നെയാണ് തീർത്തത്. ഇനിയും ധാരാളം അവസരങ്ങൾ ഈ 2 പ്രതിഭകൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി നടത്താൻ ഓഡിറ്റോറിയവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു തന്ന കേരള സാഹിത്യ അക്കാദമിക്കും നന്ദി. മറക്കാതെ പറയട്ടെ സുനിൽ കുമാറിനും പ്രത്യേകം നന്ദി. ഈ പരിപാടിയുടെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനായി പകർത്തിത്തരുന്ന വീഡിയോഗ്രാഫേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും അതേപോലെ LED വാൾ ഒരുക്കി തന്ന പൂനം റഹീമിൻ്റെ പ്രവർത്തകർക്കും കൂടാതെ സൗണ്ട് ഓപ്പറേറ്റേഴ്സിനും നന്ദി. എല്ലാറ്റിനും ഉപരി ഈ പരിപാടി വിജയമാക്കി തന്ന വരാനും പങ്കെടുക്കാനും ഇത്രയും നേരം ഇവിടെ ക്ഷമയോടെ കാത്തിരിക്കാനും പുസ്തകങ്ങളൊക്കെ വാങ്ങാനും സന്മനസ് കാണിച്ച നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി. നമസ്കാരം. ഈ സമ്മേളനം സമാപിച്ചതായി അറിയിക്കുന്നു.